നല്ലൊരു മയക്കം വിട്ടുണർന്നു അപ്പു മെല്ലെ കണ്ണു തുറന്ന് അരികിൽ കിടക്കുന്നവനെ നോക്കി. സ്വതവേ വിടർന്ന കണ്ണുകൾ അവനിങ്ങനെ നോക്കിയിരിക്കെ ഒന്നുകൂടി തെളിഞ്ഞു. നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന സൂര്യന്റെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റോട് കൂടിയ ഒരു സ്വർണ്ണ ചെയിനാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. അത്രയും നേരം അങ്ങനെയൊന്നും അവന്റെ കഴുത്തിലില്ലായിരുന്നല്ലോ എന്നത് അവൾ ഓർത്തു. എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു ലോക്കറ്റ്. ചെയിന് ഗോൾഡ് ആണെങ്കിലും ലോക്കറ്റിന് മറ്റെന്തോ സവിശേഷതയുണ്ട്. വല്ലാത്തൊരു തിളക്കമുള്ളതുപോലെ. അപ്പു പതിയെ അതിലൊന്ന് തൊട്ടു. ആ നിമിഷം തന്നെ അവൻ കണ്ണു തുറന്ന് നോക്കി. നീയായിരുന്നോ പെണ്ണേ? ഞാൻ വേറെന്തോ ഓർത്തു. സൂര്യൻ പതിയെ പറഞ്ഞതും അപ്പു സംശയത്തോടെ അവനെ നോക്കി. ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. പതിയെ പറയുന്നവളെ നോക്കി സൂര്യനൊന്ന് പുഞ്ചിരിച്ചു. ഇവിടെയായിരുന്നു ഇത്. ഒരിക്കൽ കാശി ചെന്നപ്പോ ഒരാൾ സമ്മാനിച്ച. ഏട്ടന്റെ കഴുത്തിലുണ്ട്, പക്ഷെ അത് രുദ്രനാണെന്ന് മാത്രം. ഞങ്ങളുടെ പേരിന് ചേർന്ന പോലെ. അപ്പു അത്ഭുതത്തോടെ അവനെ നോക്കി. എന്താടി? അവളെ നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തിക്കൊണ്ട് കവിളിൽ ചുംബിച്ചവൻ. ക്ഷേത്രത്തിൽ പോകാനൊക്കെ പറ്റുമോ? സംശയത്തോടെ അവനെ നോക്കി മെല്ലെ ചോദിച്ചവൾ. ആ മഹാദേവനടുത്തേക്ക് ആർക്കും ചെല്ലാൻ പെണ്ണേ. അങ്ങേരുടെ മെയിൻ ടീംസിന്റെ ഭൂതഗണങ്ങളാ. അപ്പൊ എനിക്കും പോവാം, കാണാം, പ്രാർത്ഥിക്കാം. 3 ലോകങ്ങളിലും വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ആളല്ലേ. സോ നോ പ്രോബ്ലം. സൂര്യൻ ഒരു ചിരിയോടെ പറഞ്ഞതും അപ്പുമെല്ലെ അവന്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞു കിടന്നു. അതെ, മതിയിട്ട കിളിക്കുഞ്ഞേ, ഇനിയും കിടന്നുറങ്ങല്ലേ? ഒന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിച്ച് മിടിക്കാവണം. സൂര്യൻ അവിടെ മുടിയിൽ തഴുകിക്കൊണ്ട് പതിയെ പറഞ്ഞതും അവനിലേക്ക് ഒന്നുകൂടി പറ്റിപ്പിടിച്ചതേയുള്ളൂ പെണ്ണ്. എനിക്കെങ്ങും പോകണ്ട, ഒന്നും വേണ്ട, എനിക്ക് കിടന്നാ മതി. ഇട്ടു നിൽക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സങ്കടം തോന്നും, പേടിയാവും. അന്നത്തെ പോലെ അയാളുടെ ആളുകൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോയാലോ എന്ന്. സൂര്യന്റെ കൈകൾ അവളിൽ മുറുകിപ്പോയി. ഇന്നും ഇപ്പോഴും അവൾക്കുള്ളിൽ ആ പേടി തന്നെയാണ്. തന്റെ കണ്ണൊന്ന് തെറ്റിയാൽ വീണ്ടും അവൻ വന്ന് കൊണ്ടുപോകുമോ എന്നൊരു പേടി. ഞാനുള്ളപ്പോ എന്റെ അപ്പവനെ ആരും ഇനി എങ്ങോട്ടും കൊണ്ടുപോവില്ല. ഈ ചെകുത്താൻ അവന്റെ പാവം ഭാര്യയ്ക്ക് നൽകുന്ന വാക്കാണ്. ഞാനുള്ളപ്പോ ഇനി അവന്റെ നിഴല് പോലും നിന്നിൽ പതിക്കില്ല അപ്പു. അത്രയും ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് ചുംബിച്ചവൻ. കാറൊഴിഞ്ഞ വാനം പോലെ അവളുടെ ഉള്ളവും ഒന്ന് തെളിഞ്ഞു. ടേബിളിൽ കിടന്ന ഫോൺ ശബ്ദിക്കുന്ന കേട്ടതും അപ്പുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ സൂര്യൻ അത് കൈയെത്തിച്ചെടുത്തു. സൂഫി കോളിംഗ് എന്ന് തെളിയുന്ന അക്ഷരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവന്റെ കണ്ണുകളൊന്ന് കുറുകി. സൂഫി അയച്ചു കൊടുത്ത ഓഡിയോ ക്ലിപ്പ് സൂര്യന്റെ ഫോണിൽ നിന്ന് കേൾക്കുന്തോറും അൻഷിന്റെയും രുദ്രന്റെയും കണ്ണുകൾ ചുവന്ന് കലങ്ങി. സൂര്യന്റെ അവസ്ഥയും അതിൽ നിന്ന് വിഭിന്നമല്ല. നടക്കില്ലെന്നറിയാമായിരുന്നിട്ടും ഒരാഗ്രഹമുണ്ടായിരുന്നു. അപ്പയും അമ്മമാരെ അന്ന് അവർ എവിടെയെങ്കിലും തടവിട്ടതായിരിക്കുമെന്ന്, എന്തെങ്കിലും ഒരിക്കലും അവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി തങ്ങളുടെ സൂര്യനും അപ്പും കൂടി തിരിച്ചു വന്നു. ആ ആഗ്രഹത്തിന്റെ തോത് കൂടിയതേയുള്ളൂ. പക്ഷേ ഇപ്പൊ എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു. ഒരുപാട് ദ്രോഹിച്ച് 3 പേരെയും കൊന്നുകളഞ്ഞു. ഓഡിയോ മുഴുവൻ അവസാനിച്ചു കഴിഞ്ഞതും അൻഷു മുഖം അമർത്തി കരഞ്ഞുപോയിരുന്നു. ഏതവസ്ഥയും തരണം ചെയ്യാൻ മനക്കരുത്തുള്ള പട്ടാളക്കാരനിൽ നിന്നും അവനൊരു മകൻ മാത്രമായി മാറിയിരുന്ന ആ നിമിഷം. ഇനി എന്ത് കാത്തു നിൽക്കുവാടാ? കൊല്ലണം, എല്ലാത്തിനെയും നരകിപ്പിച്ച് തീർക്കണം. അൻഷിന്റെ കരച്ചിൽ കണ്ട് സൂര്യൻ പതിയെ വിളിച്ചതും അടങ്ങാത്ത പകയോടാവും മുരണ്ടും. അജുവും ഇനിയൊന്നും കേൾക്കാനും കാണാനും വയ്യാത്ത പോലെ നിൽക്കുന്നുണ്ട്. ഈ രാവ് പുലരുന്നതിന് മുമ്പേ മാധവന്റെ ചാവ് നമ്മൾ കുറിച്ചിരിക്കും. മക്കളും മരുമകനും നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ദത്തനെ നമ്മൾ അറിയിച്ചു കൊടുക്കും. സൂര്യൻ വെറിയോട് അൻഷിന് വാക്ക് നൽകി. അജു. രുദ്രൻ പതിയെ അജുവിനെ വിളിച്ചതും അടുത്ത നിമിഷം അവർ രുദ്രന്റെ കയ്യിൽ പിടിച്ച് മുഖമമർത്തി കരഞ്ഞിരുന്നു. എന്താ ഞാൻ പറയേണ്ടത്? എനിക്കറിയില്ലൊന്നും. ഇതൊക്കെ കേട്ടിട്ട് അവരെ പച്ചക്കത്തിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ഊഹിക്കാം. ഞാൻ ഒന്നിനെതിരെ നിൽക്കില്ല, ആർക്കു വേണ്ടി വാദിക്കില്ല. പക്ഷേ എന്റെ അമ്മയും അപ്പച്ചയും പാവങ്ങളാ, അവരൊന്നും ചെയ്യരുത്. അജു വേദനയോടെ മൂവരോടുമായി അപേക്ഷിച്ചും രുദ്രാവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അപ്പൂനെയും ഗൗരി ആദ്യം കൂട്ടി നീ കാലത്ത് തന്നെ മാൻഷനിലേക്ക് തിരിച്ചു പോകണം അജു. അപ്പൂനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ആദ്യയുടെ ട്രീറ്റ്മെന്റ് കാര്യം ചിത്തുവിനെ ആരിനെ വിളിച്ച് അറിയിക്കണം. ഒപ്പം സത്യങ്ങളും എല്ലാം അറിഞ്ഞിട്ടും ഞങ്ങൾക്കെതിരെ വരാനാണ് അവരുടെ തീരുമാനമെങ്കിൽ പിന്നെ നിന്റെ അനിയന്മാരെന്നുള്ള ബന്ധമൊക്കെ ഞാൻ മറക്കു വച്ചു. മുഖം നോക്കാതെ തീർത്ത് കളയും. അത്രയും പറഞ്ഞിട്ട് സൂര്യൻ വാതിൽ തുറന്ന ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി. ആരും എതിർക്കില്ല അൻഷ്. സ്വന്തം മക്കളാണെന്ന് പോലും നോക്കാതെ കൊല്ലാൻ നോക്കിയ ജന്മങ്ങളാ. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആരും എതിരെ വരില്ല. ആദിയുടെ കാര്യം അറിഞ്ഞാൽ പിന്നെ അവർ തന്നെ കൊല്ലും എല്ലാത്തിനെയും. അജു അത്രയും ഉറപ്പോടെ പറഞ്ഞതും രുദ്രൻ അൻഷ് അവനെ സമാധാനിപ്പിച്ച് വിട്ടു. അതല്ല, ഈ ഓഡിയോ അതെങ്ങനെയാ സൂര്യൻ നിനക്ക് കിട്ടിയത്? ബാൽക്കണിയിലേക്ക് ഇറങ്ങിയെന്ന് സ്മോക്ക് ചെയ്യുന്ന സൂര്യനോടായി അജു സംശയത്തോടെ ചോദിച്ചു. സൂഫി അയച്ചെന്നാ? പക്ഷെ സൂഫിക്ക്... അജുവിന്റെ കണ്ണുകളിൽ പിന്നെയും സംശയം നിറഞ്ഞു. ദയ, അവള് റെക്കോർഡ് ചെയ്ത വോയിസാണിത്. എന്താ? അജു കണ്ണുമേഴിച്ച് വാ തുറന്നുകൊണ്ട് സൂര്യനെ വീണ്ടും നോക്കി. സൂഫിയുടെ ഗേൾഫ്രണ്ടാണ് ദയ.
നീ വിചാരിക്കുന്ന പോലെ അത്ര ചീപ്പൊന്നല്ല അവള്. MBA കഴിഞ്ഞ ആദ്യത്തിന്റെ PA ആയിട്ട് ജോലി കയറിയതാ. ഒരു വുമണൈസറായ അവനവന്റെ തന്തയും പേഴ്സണൽ ആൻഡ് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തു. ഒരിക്കലൊരു ഹോട്ടൽ റൂമിൽ വെച്ച് സൂഫിയ അവളെ രക്ഷപ്പെടുത്തിയത്. പിന്നെ അവൾ സ്പൈ വർക്ക് ചെയ്ത മുഴുവൻ എനിക്ക് വേണ്ടിയിട്ടായിരുന്നു, റാംസിന് വേണ്ടി. സൂര്യൻ ഗൗരവത്തോടെ പറഞ്ഞതും അജു അവനെ കണ്ണുമിഴിച്ച് നോക്കി. പിന്നെ തലയൊന്ന് കുടഞ്ഞ് രുദ്രനെയും അൻഷിനെയും നോക്കി. രണ്ടുപേരും കണ്ണു ചിമ്മി കാണിച്ചു. കുട്ടിയുടെ പേര് അപ്പു എന്നാണല്ലേ? കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാന്ന് കരുതി അവൻ കിടക്കുന്ന റൂമിലേക്ക് വന്നാണ് അപ്പു. നേരത്തെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല, ദേഷ്യം കൊണ്ടൊന്നല്ല. ചുറ്റും എല്ലാവരും നിൽക്കുമ്പോൾ എന്ത് സംസാരിച്ചു തുടങ്ങുന്ന അറിയാത്തൊരു വല്ലായ്മ. ഒപ്പം താൻ ചോദിക്കുന്നൊന്നും ശരിയായില്ലെങ്കിലോ എന്നൊരു പേടിയും. ഇന്ന് ഉത്തരങ്ങളൊക്കെ പറയാൻ അറിയാമെങ്കിലും അവളിൽ നിന്നുമുള്ള ചോദ്യങ്ങളൊക്കെയും വിരളമാണ്. അതും സൂര്യനോടോ അജുവിനോടോ ഏട്ടന്മാരോടൊക്കെ ആവും. അതും കഴിഞ്ഞാൽ പിന്നെ ഗൗരി. അതിനപ്പുറത്തേക്ക് പോകാൻ ഇന്നും അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോന്നോർത്ത് റൂമിലേക്ക് കയറിയതും പെട്ടെന്ന് കേൾക്കുന്ന ആ ചോദ്യത്തിൽ അവളൊന്ന് പേടിച്ചു പോയി. പിന്നെ മുന്നിൽ ഇളിയോടെ നിൽക്കുന്നവനെ നോക്കി. ഞാൻ ആദി സാറിന്റെ ഹോം നേഴ്സാ, കുഞ്ഞുമോൻ. അവൾക്കായി സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും അപ്പു അവനെ കൗതുകത്തോടെ നോക്കി. എന്താ അവിടെ തന്നെ നിന്ന്? അപ്പു സാറിനെ കാണാൻ വന്നല്ലേ? കുഞ്ഞുമോൻ വീണ്ടും ചോദിച്ചു. കണ്ണും തുറന്നെടുക്കുന്ന ആദിയെ നോക്കിക്കൊണ്ട് അപ്പു പതിയെ അവർക്ക് അടുത്തേക്ക് ചെന്നു. ആദിയെ അവൾ അത്ഭുതത്തോടെയും വാത്സല്യത്തോടെയും നോക്കുന്നുണ്ട്. പണ്ട് ഇവിടെ വരുമ്പോ എത്ര തവണ എടുത്തുകൊണ്ട് നടന്നിരിക്കുന്നു. അനിയത്തിയിൽ നിന്നുള്ള സങ്കടമൊക്കെ മാറിയത് ഇവിടെ വന്ന് ഈ കുഞ്ഞിപ്പിണിനെ കാണുമ്പോഴായിരുന്നു. താന്നൊക്കെ വിളിച്ചാലായി. അവളെ എടുക്കാനും കൊഞ്ചിക്കാനുമായിരിക്കും ഒരുപക്ഷെ തങ്ങൾ നാലുപേരും തമ്മിൽ മത്സരിച്ചിട്ടുണ്ടാവുക. അത്രമേൽ മധുരമുള്ള ഓർമ്മകളിൽ ആദിയുടെ മിഴികൾ ഈറനായി. അവളോട് എന്തൊക്കെയോ ചോദിക്കണം, പറയണമെന്നൊക്കെയുണ്ട്. പക്ഷെ നാവ് പോലും ചലിക്കുന്നില്ലെന്നുള്ള സത്യം അവനെ ഒത്തിരി വേദനിപ്പിച്ചു. അടുത്ത നിമിഷം അവനടുത്തേക്ക് ചെന്ന അപ്പു അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തിരുന്നു. ആദ്യം അവൾ അത്രയും ഇഷ്ടത്തോടെ നോക്കി. സാരില്ല, ഏട്ടന് വേഗം മാറും, ഒക്കെ ഭേദാവും. അവന്റെ കണ്ണ് നിറഞ്ഞപ്പോഴേ അവൾക്കും സങ്കടം വന്ന് നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തവണ കരയാതെ പിടിച്ചു നിന്നു. കരഞ്ഞാൽ അവന്റെ സങ്കടം കൂടുമെന്ന് അവൾക്ക് തോന്നി. കുഞ്ഞുമോൻ അപ്പുവിന്റെ മുഖവും പ്രവൃത്തിയുമൊക്കെ ചെറിയൊരു ചിരിയോടെ വീക്ഷിച്ചു. രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും മാലാഖയാണെന്ന് അവന് മനസ്സിലായി. ഞാനിവിടെ ഇരുന്നോട്ടെ? പൊടുന്നനെ കുഞ്ഞുമോനെ നോക്കി അപ്പു പതിയെ ചോദിച്ചു. ചെക്കൻ അവളെ മിഴിച്ചു നോക്കി. ഇത്രയും വർഷത്തെ ഡ്യൂട്ടിക്കിടയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ചോദ്യം ഒരാൾ ചോദിക്കുന്നത്. ഹോം നേഴ്സിനോടൊക്കെ ആജ്ഞാപിച്ചു പോകുന്ന ആളുകളാണ് മിക്കതും. ചിലർക്ക് അവരുള്ളപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന പോലും പിടിക്കില്ല. അങ്ങനെയൊക്കെയുള്ളവരെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പു അങ്ങനെ ചോദിച്ചപ്പോൾ കുഞ്ഞുമോ വാതുറന്ന് സ്റ്റെക്കായി നിന്ന്. അപ്പു അപ്പോഴും അവന്റെ അനുവാദത്തിനായി നോക്കി നിൽക്കുന്നുണ്ട്. കൊച്ചിരുന്നോ? ഞാൻ താൻ അനുവാദം പറയാതെ പെണ്ണിരിക്കില്ലെന്ന് കണ്ടതും ഒരുവിധം ബോധം വീണ്ടെടുത്തുകൊണ്ട് കുഞ്ഞുമോ പറഞ്ഞു. അപ്പു അവനൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ആദിയുടെ അടുത്തുള്ള ചെയറിലായിരുന്നു. ആദിയുടെ എന്താ പറയാമെന്നൊന്നും അവൾക്കറിയില്ല. എന്നാലും കൂട്ടിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പു പഠിക്കുകയാണോ? കുറച്ചു നേരത്തെ മൗനം വെടിഞ്ഞ് കുഞ്ഞുമോൻ തന്നെയാണ് സംസാരത്തിന് തുടക്കിയിട്ടത്. അല്ലാതെ അവളൊന്നും മിണ്ടില്ലെന്ന് അവന് മനസ്സിലായി. എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് ചെക്കൻ. PG കഴിഞ്ഞു. നേരത്തെ ഒരു ചിരിയോട് അവൾ മറുപടി പറയുമ്പോൾ ആദിയുടെ കണ്ണുകളും പുഞ്ചിരിച്ചു. കുഞ്ഞുമോൻ പിന്നെ അവന്റെ വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. അതൊക്കെ അത്രയും താല്പര്യത്തോടെ കാര്യമായി തന്നെ അപ്പവും കേട്ടിരുന്നു. അവൻ ആരുമില്ലെന്നും ഒറ്റക്കാണെന്ന് പറഞ്ഞതും അവൾക്ക് സങ്കടമായി. അതുപോലൊരു ഭീകരാവസ്ഥയിലൂടെ കടന്നുപോയത് കൊണ്ടായതുകൊണ്ട് തന്നെ അവൾക്കറിയാം ഒറ്റക്കാവുക എന്ന് പറയുന്നതിന്റെ വേദന. ചെക്കൻ വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചു. അപ്പുവിന് നിർത്താതെയുള്ള അവന്റെ സംസാരമൊക്കെ ഒരുപാട് ഇഷ്ടമായി. അജുവിന്റെ എക്സ്ട്രീം വേർഷനാണ് കക്ഷി. ഇതേ സമയം കുഞ്ഞുമോന്റെ എന്തോ ചളിയായിട്ട് ഉറക്കെ ചിരിക്കുന്നവളെ കണ്ടുകൊണ്ടാണ് ചെക്കന്മാര് നാലും കൂടി റൂമിലേക്ക് വരുന്നത്. ചിരിച്ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടും ചിരി നിർത്താൻ പറ്റാതെ പാടുപെടുന്നവളെ കാണാൻ നാലുപേരുടെയും മിഴികൾ ഒരുപോലെ അത്ഭുതത്തോടെ വിടർന്നു. ഒപ്പം കൂടിയിട്ട് ഇത്രയും ദിവസമായിട്ടും അവളിങ്ങനെ ചിരിക്കുന്നവരാരും കണ്ടിട്ടില്ല. എന്നെ കളിയാക്കലോച്ച്, എന്റെ ലവ് സ്റ്റോറി കൊണ്ട് നിനക്ക് കോമഡിയോ? കല്യാണം കഴിഞ്ഞ ചേച്ചിക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ട് അടികിട്ടിയത് കേട്ടിട്ടല്ലേ? മെല്ലെങ്കിലും പെണ്ണിന്റെ പറച്ചിൽ എവിടെയോ കുഞ്ഞു കുറുമ്പുണ്ട്. കുഞ്ഞുമോൻ അവൾ പറഞ്ഞതിന് നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ച് നേരെ നോക്കിയത് വാതിക്കൽ നിൽക്കുന്ന 4 മല്ലന്മാരെ കണ്ടൊന്ന് പരിങ്ങിപ്പോയി. സൂര്യനും രുദ്രനും അജു അപ്പുവിനെ നോക്കി നിൽക്കുമ്പോൾ അൻഷിന്റെ രൂക്ഷമായ നോട്ടം പക്ഷെ അവനിലായിരുന്നു. തന്നെ നോക്കി ദയിപ്പിക്കുന്നതിനറിയെ ഉമിനീരിറക്കി ഭിത്തിയും ചാരി അവനാ നിൽപ്പ് നിന്നു. ആദ്യമായി കാണുന്ന അവളുടെ പൊട്ടിച്ചിരിയിലേക്ക് അങ്ങേയറ്റം സ്നേഹത്തോടെ നോക്കിന്നു പോയിരുന്നു മൂവരും. ഉള്ളു തുറന്നുള്ള ആ ചിരിയിൽ അവൾ അത്രമേൽ സുന്ദരിയായതുപോലെ. ചുമരിൻ ചാരി പതുങ്ങി നിൽക്കുന്ന കുഞ്ഞുമോനെ കാണെ അപ്പു അവന്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. 3 ഏട്ടന്മാർക്കൊപ്പം തന്നെ നോക്കി നിൽക്കുന്ന സൂര്യയെ കൂടി കാണെ അവൾക്കും വല്ലാത്ത ജാള്യത തോന്നി. ശബ്ദമുയർത്തി ഇതുവരെ ഇങ്ങനെ ചിരിച്ചിട്ടില്ലെന്ന് അവൾക്കറിയാം. ഇത്തിരി വല്ലായ്മയോടെ അവൾ കുഞ്ഞുമോനെ നോക്കി. എന്നാൽ അവന്റെ നിൽപ്പും ഭാവമൊക്കെ വീണ്ടും അവളിൽ ചിരി പൊട്ടിച്ചു. ആദ്യം പരിചയപ്പെട്ടോ അപ്പു? അവളുടെ ചമ്മൽ മാറ്റാനെന്ന പോലെ സ്വാഭാവികമായി ചോദിച്ചുകൊണ്ട് സൂര്യൻ അടുത്തേക്ക് ചെന്നു അപ്പു അവനെ നോക്കി. പരിചയപ്പെട്ടു, ഈ ഇച്ചനെയും പരിചയപ്പെട്ടു.
ചുമരും ചാരി നിൽക്കുന്ന കുഞ്ഞുമോനെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പു പറഞ്ഞതും ഇച്ഛനോ എന്ന പോലെ നാലിന്റെയും നോട്ടം വീണ്ടും ഒന്നിച്ച് കുഞ്ഞുമോനിലായി. ഞങ്ങളുടെ നാട്ടിൽ ചേട്ടാന്ന് വിളിക്കുന്നതിന് പോലെ അങ്ങനെയൊക്കെയാ. ചിരിക്കണോ കരയണോ എന്നറിയാൻ നിൽക്കുന്നവനെ നോക്കി രുദ്രനും അജുവും ചിരിച്ചപ്പോൾ സൂര്യ അവനെ സ്വതവേയുള്ള ഗൗരവത്തോടെ നോക്കി. എന്നാലും ആ കണ്ണിൽ അവനോടുള്ള നന്ദിയുണ്ട്. അത്രമേൽ വിലപ്പെട്ട എന്തോ ഒന്ന് സാധ്യമാക്കി തന്നവനോടുള്ള നന്ദി. അൻഷിന്റെ ഭാഗത്തേക്ക് കുഞ്ഞുമോ പിന്നെ നോക്കാനേ നിന്നില്ല. എന്തിനാ വെറുതെ നിന്ന് ദഹിക്കുന്നു? സൂര്യന് പിറകെ ബാക്കി രണ്ടുപേരും കൂടി അകത്തേക്ക് വന്നു. കുഞ്ഞുമോൻ മെല്ലെ പുറത്തേക്ക് നടന്നു. അവളുടെ പ്രൈവസി മാനിച്ചാണ് പോയതെങ്കിലും വാതിൽക്കൽ നിൽക്കുന്ന സോൾജേഴ്സിനെ കടന്ന് മുന്നോട്ട് പോകാൻ ചെക്കനും പേടി തോന്നി. ഈ പിശാചിങ്ങനെ നോക്കുന്ന എന്തിനാണോ എന്തോ? പെങ്ങളെ ഞാൻ വായി നോക്കിയെന്ന് കരുതിയിട്ടാണോ? അൻഷിനെ തട്ടാതെ മുട്ടാതെ ഒതുങ്ങി പുറത്തേക്ക് പോകുമ്പോൾ കുഞ്ഞുമോന്റെ ഉള്ളിലെ ചിന്തകൾ അതുമാത്രമായിരുന്നു. അവനങ്ങ് പോയതും അൻഷു അപ്പുവിന്റെ അടുത്തേക്ക് ചെന്നു. ഇത്തിരി ഇല്ലാത്ത ചെക്കനോട് നിനക്ക് കുശുമ്പാണോ കാല? വീർത്തുപോയ അൻഷിന്റെ മുഖവും കുഞ്ഞുമോനെ ദഹിപ്പിച്ചുള്ള നോട്ടവും വേറെ ആരും കണ്ടില്ലെങ്കിലും അജു ശ്രദ്ധിച്ചിരുന്നു. അതാണിപ്പോൾ വേറെ ആരും കേൾക്കാതെ ചോദിച്ചത്. നീ നിന്റെ പണി നോക്കണം മോനെ, തൂക്കിയെടുത്ത് ഞാൻ നിലത്തടിക്കും, അത് വേണോ? അൻഷി തിരിച്ചു പല്ലുകടിച്ചതും അജു അറിയാതെ വേണ്ട തലയാട്ടിക്കൊണ്ട് ഇത്തിരി നീങ്ങി നിന്നു. ബാക്കിയുള്ളവർ അപ്പോഴും ഓരോ സംസാരത്തിലാണ്. സൂര്യന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന് അപ്പു അവരുടെ സംസാരമൊക്കെ കേട്ടു. ശരിക്കും ആ സാത്താൻ എന്തിനാണോ എന്തോ എന്നെ നോക്കി പേടിപ്പിച്ച്. ഇനിയിപ്പോ ഞാൻ ആ കുഞ്ഞിനെ ലൈനടിക്കാൻ തെറ്റിദ്ധരിച്ചു കാണോ? കിച്ചണിൽ ചെന്ന് എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞുമോൻ കാര്യമായി തന്നെ ആലോചിച്ചു. ചിന്തകൾക്കെല്ലാം ഒടുവിൽ തനിക്കും പുറകിലെ ആരോ നിൽക്കുന്നു എന്ന് തോന്നിയതും അവൻ തെല്ലൊരു ഭയത്തോടെ തിരിഞ്ഞു നോക്കി. അടുക്കള വാതിലിൽ തന്നെ രൂക്ഷമായി തന്നെ നോക്കി നിൽക്കുന്ന സാത്താൻ. അടുത്ത നിമിഷം കഴുത്തിലെ കൊന്തയിൽ അവൻ പിടിമുറുക്കി. ചെക്കന്റെ നിൽപ്പും പ്രവൃത്തിയൊക്കെ കാണെ അൻഷിനെ എവിടുന്നൊക്കെയോ വിറഞ്ഞങ്ങ് കയറി. ആ നിമിഷം തന്നെ മുന്നോട്ട് പാഞ്ഞു വന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് ഒരുമിച്ചായിരുന്നു. കർത്താവേ, എന്നതാ സാത്താനെ നിനക്ക്? ഞാൻ എന്തോ ചെയ്തിട്ടാ? ആരാണാ പുള്ളി നിന്റെ സാത്താൻ? അവനുള്ള അൻഷിന്റെ പിടിമുറുകുന്നതിനൊപ്പം അൻഷു ഒന്നുകൂടി അവനിലേക്ക് അടുത്തു. അയ്യോ പിടിവിടണേ, ഞാൻ അറിയാണ്ട് വിളിച്ചു പോയതാ സാർ. നീ എന്തിനാടാ അപ്പുവിനെ ചിരിപ്പിച്ച്? ദേഷ്യത്തോടെയുള്ള അവന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ കുഞ്ഞുമോൻ അവനെ കണ്ണുവീഴ്ച നോക്കി. പറയണ അലവലാതി, എന്താ നീ അവളോട് പറഞ്ഞേ? ഞാനെന്തു പറയാൻ? ഞാൻ എന്റെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ, അല്ലാതൊന്നും പറഞ്ഞില്ല, സത്യം. അത് കേട്ടാ കൊച്ചു ചിരിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ കാല? അല്ല സാറേ. നീ ഏട്ടാ. മനുഷ്യ വീണ്ടെന്നോ പറയാനൊരുങ്ങിയതും തൊട്ടുപുറകിൽ നിന്നും പേടിയുള്ള അപ്പുവിന്റെ വിളിയിൽ അവൻ അബദ്ധം പറ്റിയതുപോലെ കണ്ണുകൾ ഇറുക്കി അടച്ചുപോയി. അടുത്ത നിമിഷം കുഞ്ഞുമോന്റെ ഷർട്ടിൽ നിന്നും പിടിയച്ചുകൊണ്ട് അൻഷി തെറ്റ് ചെയ്തവനെ പോലെ തിരിഞ്ഞു നോക്കിയതും മുന്നിൽ നടക്കുന്നതിന്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ കണ്ണു നിറച്ച് രണ്ടുപേരെയും നോക്കി നിൽക്കുന്നുണ്ട് അപ്പു. അൻഷ അവളോട് എന്തു പറയും, എങ്ങനെ സമാധാനിപ്പിക്കുമെന്നൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിന്നപ്പോൾ തന്നെ ഈ കൊടിയ സാത്താനിൽ നിന്ന് രക്ഷിക്കാൻ വന്ന മാലാഖയായിരുന്നു കുഞ്ഞുമോൻ അപ്പു. ചെക്കൻ സാത്താന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ വെച്ച് തന്നെ ഒരു കൊട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അത്രയും നേരം ഞെട്ടി നിന്നവന്റെ മുഖത്ത് പൊടുന്നനെ കഴുത്തുവേദനയും സങ്കടവും ഒക്കെ മിന്നിമാഞ്ഞു. കുഞ്ഞുമോൻ വാവിട്ട് കരഞ്ഞുകൊണ്ട് വിളിച്ചതും അപ്പുവും അത്രയും നേരം തലകുനിച്ചിരിപ്പായിരുന്ന അൻഷു ഞെട്ടി അവനെ നോക്കി. അവന്റെ ഒടുക്കത്തെ അഭിനയം മനസ്സിലാക്കിയ അൻഷ് അപ്പു മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം മുഷ്ടിയുരുട്ടി പല്ല് അടിച്ചുകൊണ്ട് അവനെ കൊന്നു നിന്നാളെ ദേഷ്യത്തോടെ നോക്കി. എന്താ പറ്റിയിച്ച? അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് അപ്പുവും കുഞ്ഞുമോന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കരച്ചിൽ കണ്ട അലിവും സങ്കടവും അതിലുപരി വാത്സല്യവും തോന്നിയെങ്കിലും അൻഷിനിട്ടൊരു പണി കൊടുക്കണമെന്നൊരൊറ്റ ലക്ഷ്യത്തിൽ അവൻ ഉറച്ചു നിന്നു. എന്റെ കഴുത്തു പോയി കൊച്ച്, ഈ സാത്താൻ എന്റെ കഴുത്തൊടിച്ചു, അയ്യോ. ചെറിയ വേദന പെരിപ്പിച്ചു കൂട്ടി പറയുന്നവനെ കാണെ അൻഷ അവനിട്ടൊന്ന് കൊടുക്കാൻ മുന്നോട്ടാഞ്ഞെങ്കിലും കുഞ്ഞുമോൻ അപ്പുവിനെ കണ്ണു കാണിച്ചു കൊടുത്തും അൻഷു വീണ്ടും അവിടെ തന്നെ നിന്നു. സാരില്ല കേട്ടോ, നമുക്ക് മരുന്ന് വെക്കാം, വലിയേട്ടനോട് പറഞ്ഞ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പു അവനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. കുഞ്ഞുമോൻ ഇനി അവളെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. ഏട്ടൻ എന്തിനാ ഈച്ചയെ തല്ലിയത്? പാവില്ല ഈച്ചൻ. അപ്പുമേലെ അൻഷിനെ നോക്കി ചോദിച്ചു. അൻഷി ദയനീയമായി അവളെ നോക്കി. അവളായതുകൊണ്ട് തിരിച്ചൊന്നും പറയാനും വയ്യ. എന്ന് കരുതി ഇല്ലാത്ത വേദന അഭിനയിച്ച് ഫലിപ്പിക്കുന്ന തൊരപ്പനെ അങ്ങനെ വെറുതെ വിടാനും വയ്യ. സോറി അപ്പു, ഏട്ടൻ അറിയാതെ മോളെ ഏട്ടനോട് പിണങ്ങല്ലേ. ഏട്ടൻ തന്നെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. ഏട്ടൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് അങ്ങനെ ഒരു പ്രായശ്ചിത്തായിക്കോട്ടെ. അപ്പുവിനെ നോക്കി അൻഷു അത്രയും സങ്കടത്തോടെ പറഞ്ഞു. അപ്പുവിന്റെ മുഖമൊന്ന് വിടർന്നു. കുഞ്ഞുമോൻ ഇഞ്ചി കടിച്ച പോലെ അൻഷിനെ നോക്കി. ഏട്ടൻ കൊണ്ടുപോവോ? പിന്നെ ഏട്ടൻ കൊണ്ടുപോവാതെ? ഇതിനുള്ള ചികിത്സ ഏട്ടൻ കൊടുത്തോളാം, മോള് ചെല്ല്. അപ്പുവിന്റെ തലയിൽ മേലെ തലോടി അൻഷു പറഞ്ഞതും അവള് സന്തോഷത്തോടെ കുഞ്ഞുമോനെ നോക്കി. പോയി ഡോക്ടറെ കാണിച്ചിട്ട് വായിച്ചാ, അതുവരെ ആദ്യമായിട്ട് ഞങ്ങൾ നോക്കാം. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ നിന്ന കുഞ്ഞുമോൻ അതിനെ അനുവദിക്കാതെ അപ്പു പറഞ്ഞതും അവൻ അൻഷിനെ പേടിയോടെ നോക്കി. കൊല്ലുന്നൊരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്നവൻ ശരിക്കും ഒരു സാത്താനെ പോലെ കുഞ്ഞുമോനെ തോന്നിച്ചു. കുഞ്ഞുമോനെ അൻഷിനെ ഏൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയ പെണ്ണിനെ ഇടുപ്പിലൂടെ ചുറ്റിയെടുത്ത് ഭിത്തിയിലേക്ക് ചാരി നിന്ന് സൂര്യൻ.
അവനായിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പേടിയൊന്നും കൂടാതെ പിടയാതെ അവൾ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു. എന്താ കിളിക്കുഞ്ഞേ ഒച്ച വെക്കാത്തെ? സൂര്യൻ അവിടെ തിളങ്ങുന്ന കണ്ണിലേക്ക് പ്രണയത്തോടെ നോക്കി. എനിക്കറിയാലോ ആദ്യേട്ടനാണെന്ന്. സൂര്യ. അവൾ വീണ്ടും ആദ്യം വിളിച്ചു. അവൻ പൊടുന്നതിനെ തിരുത്തി. അപ്പൊ അബദ്ധം പറ്റിയതുപോലെ അവനെ നോക്കി. ഞാൻ അറിയാതെ വിളിച്ചു പോകുന്നതാ. മെല്ലെ പറയുന്നവളെ പതിയെ ഉയർത്തിക്കൊണ്ട് അവന്റെ കാലിന് മുകളിലേക്ക് കയറ്റി നിർത്തി. സാരമില്ല, ഇനി ശീലായിക്കോളും. എന്നാലും ഈ സൂര്യേട്ടെന്ന് വിളിക്കാൻ ഒരു രസമില്ല. പറയുന്ന അവന് ഇഷ്ടാവില്ല എന്നൊരു പേടിയുണ്ട് അവിടെ മുഖത്ത്. പക്ഷെ ഉള്ളിൽ തോന്നിയത് പറയാതെയും വയ്യ. ഇയാളോട് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരോടാ എല്ലാം പറയുക. അപ്പൊ അങ്ങനെ പറഞ്ഞു. അതൊന്നും പ്രതീക്ഷിക്കാതിരുന്നവന്റെ കണ്ണിൽ അതിശയം നിറഞ്ഞുപോയി. ഇവിടെ വന്ന മുതൽ അവൾക്ക് ആകെ ഒരു മാറ്റം. അതിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് അവന് മനസ്സിലായില്ല. ഒരു ചേച്ചിയെ പോലെ, കൂട്ടുകാരിയെ പോലെ, അമ്മയെ പോലെയൊക്കെ ഗൗരി ഓരോന്നും പറഞ്ഞു കൊടുത്തതിന്റെ ഗുണമാണ് പെണ്ണിന്. ചിലതൊക്കെ ഏട്ടന്മാർക്കും ഭർത്താവിനും അപ്പുറം അമ്മമാർ അല്ലെങ്കിൽ ഒരു പെണ്ണ് തന്നെ കൂട്ടുവേണ്ട സമയമുണ്ടാവും. അപ്പുവിന് അതുപോലെ ഒരാൾ ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു സ്നേഹം അടുപ്പമൊക്കെ തോന്നിയത് ഇഷുവിനോടും അനുവിനോടും ഗൗരിയോടുമാണ്. പിന്നെ തന്റെ ഭാവിയെ അടുത്തിയെന്നൊരു സ്വാതന്ത്ര്യം കൂടി ഗൗരിയുടെ അടുത്തുള്ളത് കൊണ്ട് അപ്പു എല്ലാം അവളോട് പറഞ്ഞു. പിന്നെ എന്താ എന്റെ കിളിക്കുഞ്ഞ് വിളിക്കാൻ പോകുന്നേ? ആദ്യമായിട്ട് തന്നെ പറ. സൂര്യനൊന്ന് ചിരിച്ചു. സൂര്യ എന്നൊരു പേര് അവൾക്ക് ഒട്ടും വഴങ്ങുന്നില്ലെന്ന് തോന്നി. ഒരു നിമിഷം അവളെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ ഭിത്തിയിലേക്ക് ചാരി നിന്ന് ആലോചിച്ചു. ഒരു പേരുണ്ട്. അമ്മയും ശ്രീയമ്മയും മാത്രം വിളിച്ചിരുന്ന. സൂര്യൻ മുന്നിൽ കാണുന്ന ഭിത്തിയിൽ തറച്ചു വെച്ചിരിക്കുന്ന കുടുംബ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. അപ്പൊ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. അത് വിളിക്കുവോ? സച്ചൂട്ടാന്നാ വിളിക്കാറ്. എന്റെ കിളിക്കുഞ്ഞ് എന്നെ സച്ചുവേട്ടാന്ന് വിളിച്ചോ? അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് സൂര്യപതിയെ പറഞ്ഞതും അപ്പുവിന്റെ ചുടികൾ പതിയെ വിടർന്നു. വിളിക്കപ്പു. സച്ചുവേ പതിയെ വിളിച്ചു തുടങ്ങിയതും അവൻ ആ ചുടികൾക്കൊപ്പം അവളുടെ ശബ്ദത്തെ കൂടി കവർന്നെടുത്തു. ഒട്ടും നോവിക്കാതെ പതിയെ താലോലിക്കും പോലെ. അപ്പു പുറത്തേക്ക് പോയതും അൻഷിന്റെ ക്രൂരമായ നോട്ടം വീണ്ടും കുഞ്ഞുമോനിലേക്കായി. ഇരയെ കിട്ടിയ വേട്ടക്കാരനെ പോലെ അവന്റെ കണ്ണുകൾ തിളങ്ങി. കർത്താവേ, ഈ സാത്താന്റെ കയ്യിൽ നിന്ന് എന്നെ കാത്തോണേ. അൻഷ അടുത്തേക്ക് വരുന്നതും അവൻ കഴുത്തിൽ കിടക്കുന്ന കൊന്തയിൽ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു. സാറ് എന്നെയൊന്നും ചെയ്യില്ലേ, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതാ, അല്ലാതൊന്നുമില്ല. ഞാൻ വേണിച്ചെന്ന് കൊച്ചിനോട് സത്യമെല്ലാം പറഞ്ഞോളാം, എന്നാലും എന്നെയൊന്നും ചെയ്യല്ലേ. രണ്ട് കവിളിലും കൈപൊത്തി പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടച്ച് നിലവിളിക്കുന്നവനെ കാണെ ഒരു നിമിഷം അൻഷു മുന്നോട്ട് ചലിക്കാൻ കഴിയാതെ നിന്നു. കുറച്ചു നേരം കൊണ്ട് നെഞ്ചിനെ കൊളുത്തി വലിക്കുന്ന എന്തോ ഒന്ന് അതൊന്നുകൂടെ തീവ്രമായി. അവന്റെ ആ ഇരിപ്പും കരച്ചിലും ദേഷ്യത്തിനും അപ്പുറം എന്തോ ഒരു വികാരം തന്നിൽ നിറക്കുന്ന അൻഷുരി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ഇന്നോളം ആർക്ക് വേണ്ടിയും താളം തെറ്റാതിരുന്ന തന്റെ മിടിപ്പ് ആദ്യമായി ഒരാൾക്ക് വേണ്ടി ദ്രുതഗതിയിൽ മിടിക്കുന്നു. അവന്റെ കരച്ചിലോ യാചനയോ ഒന്നും അൻഷിന്റെ കാതിൽ പതിച്ചില്ല. പ്രതീക്ഷിച്ച് അറ്റാക്കുന്ന സാത്താനിൽ നിന്നുണ്ടാവാതെ വന്നു കുഞ്ഞുമോൻ കരച്ചിലൊക്കെ നിർത്തി മെല്ലെ കണ്ണിച്ചിമ്മി തുറന്നു നോക്കി. കണ്ണിമച്ചിമ്മാതെ തന്നെ നോക്കി നിൽക്കുന്നവന് ആദ്യം ഒരു പരിങ്ങലോടെയും പിന്നെ ഒരു പതർച്ചയോടെയും നോക്കി. തമ്മിലുള്ള നോട്ടം അകറ്റി മാറ്റാതെ ഏറെ നേരം ഇരുവരുടെയും ഹൃദയം ഇടിക്കുന്ന ശബ്ദം മാത്രം ആ മുറിയിൽ മെല്ലെ മുഴങ്ങി കേട്ടു. തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലും ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. പരസ്പരം നോക്കാൻ കഴിയാത്ത വിധമൊരു വെപ്രാളം ഉള്ളിൽ നിറഞ്ഞതു. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ദേഷ്യത്തോടെ അൻഷു പുറത്തേക്ക് പാഞ്ഞുപോയി. അത് കാണെയാണ് കുഞ്ഞുമോനൊന്ന് ശ്വാസം വലിച്ചു വിട്ടത്. പിന്നെ എന്തോ ഓർത്ത പോലെ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. സാത്താൻ. ആ ചിരി മായാതെ തന്നെ അവന്റെ അധരങ്ങൾ പതിയെ ആ പേരുരുവിട്ടു. രാത്രി ആഹാരം കഴിക്കാനിരുന്നപ്പോഴും അൻഷു പിന്നെ തീർത്തും മൗനമായിരുന്നു. എല്ലാവരും ഓരോ സംസാരത്തിലായതിനാൽ ആ മൗനം ഒരാളൊഴിച്ച് മറ്റാരും തന്നെ ശ്രദ്ധിച്ചുമില്ല. നീ കഴിക്കുന്നില്ലേ? ആദിക്കുള്ള ഭക്ഷണം കൊടുത്ത ആ പാത്രവുമായി റൂമിലേക്ക് പുറത്തേക്ക് വരുന്നവനെ കാണെ അജു വിളിച്ചു ചോദിച്ചതും അത്രയും നേരം പ്ലേറ്റിൽ തലയിട്ട് കിടന്നവൻ മുഖമുയർത്തി കുഞ്ഞുമോനെ നോക്കി. ആ നിമിഷം അവന്റെ കണ്ണുകളും സാത്താനിൽ തന്നെ ആയിരുന്നു. അൻഷു നോക്കുന്നതെന്ന് കണ്ടതും ചെക്കൻ വേഗം നോട്ടം വെട്ടിച്ചു മാറ്റി അജുവിനെയും ബാക്കിയുള്ളവരെയും നോക്കി. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അവരുടെ എല്ലാം ഒപ്പം ഇരിക്കാനുള്ള വല്ലായ്മയോടെ കുഞ്ഞുമോൻ പറഞ്ഞതും അൻഷിന്റെ നോട്ടം കുറച്ചുകൂടി രൂക്ഷമായി. ഇച്ചന് വാ കഴിക്കാം. അപ്പുവും കൂടി സ്നേഹത്തോടെ അവനെ വിളിച്ചതും അവന് പിന്നെ നിഷേധിക്കാനായില്ല. അൻഷിനെതിരെയുള്ള ചെയറിലായി അപ്പുവിനടുത്തായി അവനിരുന്നു. അപ്പു തന്നെയാണ് അവന് വിളമ്പിക്കൊടുത്തത്. ഗൗരിയും കൂടെയുണ്ട്. പെൺപിള്ളേർക്ക് രണ്ടിനും അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട്. മോരെയും നോക്കി ബാക്കിയുള്ളവരെല്ലാം കഴിക്കാൻ തുടങ്ങിയതും അൻഷിന് മാത്രം അവനിൽ നിന്ന് നോട്ടം മാറ്റാനായില്ല. എത്രയൊക്കെ വിലക്കിയിട്ടും വീണ്ടും കണ്ണുകൾ അവനിലേക്ക് തന്നെ പാഞ്ഞു പോകുന്നു. അവനും അതറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെക്കൻ മുഖം ഉയർത്തുന്നതേയില്ല. നീ ആ ചെക്കനെ നോക്കി കൊല്ലാടാ, അത് തേച്ചു പോകും. അൻഷിന്റെ തൊട്ടടുത്തിരുന്ന് ചപ്പാത്തി വിട്ടു വിഴുങ്ങുന്നതിനിടയിൽ അജു അൻഷിനിട്ട് ഒരു കൊട്ടുകൊട്ടി.
അൻഷ അവനെ നോക്കി പല്ലി അടിച്ചുകൊണ്ട് വീണ്ടും കുഞ്ഞുമോനെ നോക്കി. തണുപ്പിലും വിയർത്ത് ചുവന്ന് ചെക്കനൊരു പരുവമായിട്ടുണ്ട്. തുളുമ്പി വന്നൊരു പുഞ്ചിരി ചുണ്ടിലേക്കെത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അൻഷും കഴിപ്പ് തുടർന്നു. രാത്രി ദയ വിളിച്ച പ്രകാരം അവളുടെ പേരിൽ തന്നെയുള്ള ഹൈഡൌട്ടിലെത്തിയതാണ് മാധവൻ. അധികം വെളിച്ചമോ ആൾവാസമോ ഇല്ലാത്ത ആ വീടിനെ മൊത്തത്തിലൊന്ന് നോക്കിക്കൊണ്ട് അയാൾ ചുണ്ടിലൂറിയ വഷളം പുഞ്ചിരിയോടെ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അടഞ്ഞുകിടക്കുന്ന വാതിൽ കണ്ടതും കോളിംഗ് ബെല്ലടിക്കാതെ അയാൾ ഫോണെടുത്ത് അവളെ കോൾ ചെയ്തു. ഒരു റിംഗ് ആയപ്പോഴേക്കും കോള് കട്ടാവുന്നതിനൊപ്പം വീടിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അയാളുടെ കണ്ണുകൾ ആർത്തിയോട് അങ്ങോട്ട് പാഞ്ഞു. ബ്ലാക്ക് പ്ലെയിൻ ഷിഫോൺ സാരിയിലും സ്ലീവ്ലെസ് ബ്ലൗസിലും അതിസുന്ദരിയായി നിൽക്കുന്നവളെ കാണെ അയാളുടെ കണ്ണുകൾ കഴുകിനെ പോലെ തിളങ്ങി. മുന്നിൽ നിൽക്കുന്ന തന്റെ സഹോദരിയുടെ മകളാണെന്നോ സ്വന്തം മകളുടെ സ്ഥാനമാണ് അവൾക്കെന്നോ ഒന്നും അയാൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. അവളും അയാൾക്ക് വെറുമൊരു ശരീരം മാത്രമായിരുന്നു. ഒരുപാട് മോഹിപ്പിച്ച ആഗ്രഹിച്ച പെൺശരീരം. അവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാങ്ങില്ലേ, ആരെങ്കിലും കണ്ട് പ്രശ്നമാവണ്ട. അയാളുടെ നോട്ടത്തിൽ ഉടലിലൊന്നാകെ പുഴ അരിച്ചിറങ്ങും പോലെ തോന്നിയതും ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ അറപ്പും വെറുപ്പുമെല്ലാം അടക്കി നിർത്തിക്കൊണ്ട് വശ്യമായൊരു പുഞ്ചിരി എടുത്തണിഞ്ഞ് ദയ അയാൾ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ സൗന്ദര്യം കണ്ണുകൊണ്ട് കോരി കുടിച്ച് അയാൾ വേഗം അകത്തേക്ക് കയറി. ലോകത്തുള്ള സകലമാനത്തിരികളും ദയാ നിമിഷം അയാൾ വിളിച്ചു കാണും. അങ്കിളിരിക്കി, ധൃതി കാണിക്കാതെ, ഒരു ബിയർ എടുത്തിട്ടാമല്ല. ഈ രാത്രി മുഴുവൻ ഞാൻ അങ്കിളുടെ കൂടെയില്ലേ. തനിക്കടുത്തേക്ക് വരാൻ നിൽക്കുന്ന അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പല്ല് കടിച്ചു പൊട്ടിച്ചിട്ടാണെങ്കിലും ഒരുവിധം പറഞ്ഞുകൊണ്ട് ദയ ടേബിൾ റെഡിയാക്കി വെച്ചിരുന്ന ഡ്രിങ്ക്സ് എടുത്ത് അയാൾക്ക് അടുത്തേക്ക് ചെന്നു. അവിടെ ഇട്ടിരുന്ന ദിവാൻകോട്ടിൽ നിന്ന് അവൾ കൊടുത്ത ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് മാധവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ദയയും അയാൾക്ക് ചിരിച്ചു കാണിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു നോട്ടം മാധവൻ ഇരിക്കുന്നതിന് പിന്നിലുള്ള റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്കിളിന് ശരിക്കും ഇതുപോലൊരു ആഗ്രഹം എന്നോടുണ്ടെന്ന് ഞാൻ കരുതിയതേയില്ല. മോളെ പോലെയാണെന്നല്ലേ പറച്ചില്. കളിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഗ്ലാസ് കാലിയാക്കുന്നത് നോക്കി ദയായിരുന്നു. എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുകളും ഒരുപോലെയാ പെണ്ണേ. മകളെന്നോ പെങ്ങളെന്നോ ഒരു വ്യത്യാസമില്ല. ചിലതൊക്കെ പിടിച്ചടക്കും, മറ്റു ചിലത് നിന്നെ പോലെ വരും. കുഴയുന്ന അയാളുടെ സംസാരം പകുതിയും മുറിഞ്ഞുപോയി. ദയ കലിയോടെ അയാളെ നോക്കി. ബാസ്റ്റഡ്. പല്ലുകൾക്കിടയിൽ ആ വാക്കുകൾ അയാൾ കേൾക്കാതെ ഞെരിഞ്ഞമർന്നു. എന്നിട്ടും ഒരുപാട് ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാതെ പോയൊരു പെണ്ണേ ഉള്ളൂ. ഇനി എന്തായാലും അവൾ ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അതാരാ അങ്ങനെ ഒരു പെണ്ണ്? നിരാശ നിറഞ്ഞ അയാളുടെ കണ്ണിലേക്ക് ഉറ്റുനോയിക്കൊണ്ട് ദയ ചോദിച്ചു. അടഞ്ഞു പോകുന്ന മിഴികൾ വലിച്ചു തുറക്കാൻ അയാൾ ശ്രമിച്ചു. മീര എന്തൊരു പെണ്ണാന്നറിയോ? തൊട്ടാ ചോര പൊടിയുന്ന പോലെ ഒരുത്തി. അവളാ ചെകുത്താന്റെ ആണെന്ന് അറിയാൻ വൈകിപ്പോയി. അല്ലായിരുന്നെങ്കിൽ മഹലിലെത്തിയ അന്ന് തന്നെ ഞാൻ എന്റെ കൊതി തീർത്തേനെ. പറഞ്ഞത് അയാൾക്ക് ഓർമ്മയുള്ളൂ. പാതിയുള്ള ബോധം കൂടി സൂഫിയുടെ ഒറ്റ ചവിട്ടിൽ തീർന്നു. ദയ വല്ലാത്ത ആശ്വാസത്തോടെ അവരെ നോക്കി. എന്ത് നാറിയച്ചായിങ്ങേര്, ഈ ചവിട്ടൊന്നും പോരാ. സൂര്യസാറിനോട് പറ, ഇവനെ ഇച്ചാൻ തന്നെ തട്ടിക്കോളാന്ന്. നിലത്ത് ബോധം പോയി കിടക്കുന്ന മാധവനെ നോക്കി ദേഷ്യത്തോടെ ദയ പറഞ്ഞുകൊണ്ട് സൂഫിയുടെ അടുത്തേക്ക് ചെന്നതും അവനൊരു ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചെടുത്ത് തോളിലേക്കിട്ട് പുറത്തേക്ക് നടന്നു. വീണ്ടും ദേഷ്യം മാറാതെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. എങ്കിൽ പോലും ചുറ്റും നിൽക്കുന്ന ഗാർഡ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവൻ കാറിനടുത്തേക്ക് അവളെയും കൊണ്ട് നടന്നു. മിണ്ടാതിരടി, ചെകുത്താൻ കടിച്ചു കീറിക്കൊടിയ മോനെ. ഒറ്റ ബുള്ളറ്റിനൊന്നും ഇവനെ പോലുള്ളവരൊന്നും തീർക്കാൻ പാടില്ല. നിങ്ങളുടെ പുരാണത്തിലെ ലോഡ് നരസിംഹയില്ലേ, തൂണും പൊളിച്ചു വന്ന് ഹിരണ്യകശിപുവിന്റെ കുടൽമാല പറിച്ച് പുറത്തിട്ടില്ലേ, അതുപോലെ വേണം കൊല്ലാൻ. അതിനുള്ള ആളുകൾ നാളെ എത്തിക്കോളും. അതുകൊണ്ട് വാടിച്ച് മിണ്ടാതിരിക്കടി. നിങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യ ഈ പുരാണൊക്കെ അറിയുന്നത്? അവൻ പറയുന്നൊക്കെ കേട്ട് തുറന്ന വാടക്കാൻ മറന്നുകൊണ്ട് ദയ വീണ്ടും ചോദിച്ചു. അവളെ അടിമുടിയെ നോക്കിക്കൊണ്ട് പിടിച്ച മടിയിലേക്ക് ഇരുത്തി. എനിക്ക് എന്തൊക്കെ അറിയാന്ന് എന്റെ പെണ്ണിന് ഇച്ചായം വെടിപ്പായിട്ട് പറഞ്ഞു തരും. ഇപ്പോ ഇതും പിടിച്ച് മിണ്ടാണ്ടിരിക്കെ. വിട നിൽക്കുന്ന അവളുടെ ചുണ്ടുകളിൽ ആഞ്ഞൊന്ന് ചുംബിച്ച് നുണഞ്ഞു വിട്ടുകൊണ്ട് അവൻ അവളെ സീറ്റിലേക്ക് തന്നെ ഇരുത്തി. നാളെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളും കണ്ണടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. അപ്പോഴേക്കും സൂഫി കാറ് മുന്നോട്ടെടുത്തു. പിറ്റേന്ന് കാലത്ത് അവിടെ വിട്ടുപോകാൻ അപ്പുവിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. സൂര്യനും രുദ്രനും അൻഷും കൂടെ വരുന്നില്ലെന്ന് തന്നെയായിരുന്നു പ്രധാന കാരണം. അജി അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിലും അവർ മൂന്നുപേരും കൂടെയില്ലാതെ തന്റെ സന്തോഷം പൂർണ്ണമാവില്ലെന്ന് അവൾക്കറിയാം. 2 ദിവസം അത്രയും അതിന്റെ കളിക്കുഞ്ഞേ. വാടി നിൽക്കുന്ന അവളുടെ മുഖം കൈക്കുമ്പിളിൽ ഒതുക്കി സൂര്യൻ പറഞ്ഞതും ഇപ്പോൾ പൊട്ടുമെന്നൊരു സങ്കടത്തോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഈ ആളില്ലാതെ 2 ദിവസം എന്നൊന്ന് ചിന്തിക്കാൻ പോലും അവൾക്കാവുന്നില്ല. ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കുമുള്ളൊരു വിരഹം അവളുടെ കണ്ണ് നനഞ്ഞു. സൂര്യൻ നേർത്തൊരു ചിരിയോടെ അത് തുടച്ചു മാറ്റി. 2 വർഷം എന്നെ കാണാതെ ഒളിച്ചു നിന്ന പെണ്ണാ ഇപ്പൊ 2 ദിവസത്തേക്ക് ഇങ്ങനെ കണ്ണു നിറക്കുന്നത്. അവനൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് അജുവിനെ നോക്കി. അജു സൂര്യയെ നോക്കിയൊന്ന് തലയാട്ടി കാണിച്ചു. ആദിയെ ചേർത്ത് പിടിച്ച് മൂവരെ യാത്ര പറഞ്ഞതും ആദിയെ കൊണ്ടുപോകാനുള്ള ആംബുലൻസും അജുവിന്റെ കാറും പുറകെ ഗാർഡ്സിന്റെ വാനും അവിടെ വിട്ട് മുന്നോട്ട് പാഞ്ഞു.
മൂന്നിനെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് സൂര്യ. ഇനി എന്താ പ്ലാൻ? അപ്പുകാരെ കാർ കണ്ണിൽ നിന്നകുന്നത് അൻഷി സൂര്യയെ നോക്കി. മൂന്നിനെ എനിക്ക് ഇവിടെ കിട്ടണം. എവിടെ വെച്ചാണ് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കിയത്? ആ ആത്മാക്കളുടെ ശാന്തിക്കായി മൂന്നിനെ ഇവിടെ തന്നെ കിട്ടണം. സൂര്യൻ പകയോടെ മുരണ്ടതും രുദ്രന്റെ അൻഷിന്റെയും മുഖം വന്യമായി തിളങ്ങി. അപ്പൊ മിനിസ്റ്റർ? ആക്സിഡന്റ്. തന്തയുടെ ചാവൂടാൻ അവൻ തിരിച്ചു വരും അൻഷ്. രുദ്രനാണ് അതിന് മറുപടി നൽകിയത്. മൂവരും കാത്തിരുന്ന ദിവസങ്ങളാണ് ഇനി. പകയോടെ ദിവസങ്ങൾ എണ്ണി വർഷങ്ങളോളം കാത്തിരുന്ന ദിവസം. മുന്നിലിരിക്കുന്ന 4 പേരോടും കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അജു തീർത്തും മൗനമായി പോയി. അവൻ വിളിച്ച പ്രകാരം ആര്യനും ജിത്തുവും ആയുഷും അകി മാൻഷനിൽ എത്തിയിട്ടുണ്ട്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെന്തൊന്നും മിണ്ടാത്തെ? അകിയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. അജു ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു വിട്ട് കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ആദിയുടെ പ്രണയം, മാധവന്റെ ക്രൂരത, ശ്രീരാമതൻ ആദിയെ കൊല്ലാൻ ശ്രമിച്ചത്, സൂര്യക്കുണ്ടായ ആക്സിഡന്റ്, അവരുടെ അപ്പയ്ക്കും അമ്മമാർക്കും സംഭവിച്ച്, ഏറ്റവും അവസാനം ആദി ജീവനോടെയുള്ളത്. എല്ലാം കേട്ട് കഴിഞ്ഞതും കുറച്ചു സമയം എന്തു പറയണമെന്നറിയാതെ 4 പേരും തരിച്ചിരുന്നു പോയി. സ്വന്തം കുടുംബം ഇത്രയും വലിയ ക്രൂരത കാണിച്ചു എന്നത് അവരെല്ലാം ഒരുപോലെ തകർത്ത് കളഞ്ഞു. ഏട്ടൻ എവിടെയാ? ചോദിക്കുമ്പോൾ ആര്യന്റെ ശബ്ദമിടറി. അജു അടഞ്ഞുകിടക്കുന്ന ഹാളിൽ നിന്നും നേരെ നോക്കിയാൽ കാണുന്ന റൂമിലേക്ക് വിരൽ ചൂണ്ടി. 4 പേരും അജുവിനെ നോക്കിക്കൊണ്ട് അതിനുള്ളിലേക്ക് കയറി. ദേഹം ഒന്നാകെ നുറുങ്ങുന്ന വേദന തോന്നിയതും മാധവൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. സ്വഭാവത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ കൈയും കാലും ഒന്ന് അനക്കാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. ആദ്യം മങ്ങിത്തുടങ്ങിയ കാഴ്ച പിന്നെ ഒന്നുകൂടി വ്യക്തമായതും വല്ലാത്തൊരു നടുക്കം അയാളുടെ കണ്ണുകളിൽ ഉണ്ടായി. വിശ്വസിക്കാൻ പോലും കഴിയാതെ ചുറ്റും നോക്കുമ്പോൾ കണ്ടു തന്നെ പോലെ കൈയും കാലും ചുറ്റിക്കെട്ടി നിലത്ത് കെട്ടിയിരിക്കുന്ന 2 രൂപങ്ങൾ. അത് ഇന്ദ്രനും കൃഷ്ണനുമാണെന്ന് മാധവന് മനസ്സിലായി. മാധവൻ ഇന്ദ്രനെ വിളിച്ചതും ഒരു ഞെരക്കത്തോടെ അയാൾ കണ്ണു തുറന്നു. ഞാനാണിയാ മാധവൻ. നമ്മളെ ട്രാപ്പ് ചെയ്തിരിക്കുന്ന മുഴുത്തയ അവളാ കൂടെ നമ്മളെ ചതിക്കാൻ കൂട്ടുനിന്ന്. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായിട്ടും മാധവൻ പകയോടെ മുരണ്ടു. ഇന്ദ്രനൊന്നും പ്രതികരിക്കാൻ നിന്നില്ല. ഈ അവസ്ഥ എപ്പോഴും മുൻകൂട്ടി കണ്ടിരുന്നു. ആദ്യം കൂടി അവർ രക്ഷപ്പെടുത്തി കൊണ്ടുപോയപ്പോൾ തന്നെ ഊഹിച്ചതാണ് തങ്ങൾക്കുള്ള കൊലക്കയറുമായി അവരുടനെ എത്തുമെന്ന്. ഇന്ദ്രൻ ചുറ്റുമെന്ന് കണ്ണുവായിച്ചതും അയാളുടെ മുഖം വിളറി. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാത്രി അയാൾക്ക് ഓർമ്മ വന്നു. സ്വന്തം ഭാര്യയെയും പെങ്ങളെപ്പോലെ കണ്ടവളെയും ഒരു കൂട്ടം ചെന്നായ്ക്കൾ ചേർന്ന് പിച്ച് ചീന്തെന്ന് കണ്ട് അലറിക്കരയുന്ന ഒരു മനുഷ്യന്റെ രൂപവും അയാളുടെ കരച്ചിലുമെല്ലാം മനസ്സിലൂടെ മിന്നി മാറി. ഒടുക്കം അയാളുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന ഇത്തിരി പോലുമില്ലാത്ത കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോകുമ്പോഴുള്ള അയാളുടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കടുത്ത കുറ്റബോധത്തോടെയും ഹൃദയഭാരത്തോടെയും ഇന്ദ്രന്റെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓ, ഈ അവസ്ഥയിലെത്തിയപ്പോഴാണോ ആളിയന് കുറ്റബോധം തോന്നി തുടങ്ങി? നല്ല കാര്യം. പുച്ഛവും അമർഷവും കൂടി കലർന്ന സ്വരത്തിൽ മാധവൻ പറഞ്ഞു തുടങ്ങിയതും വീടിന്റെ വാതിൽ തുറന്ന് 3 പേർ അവർക്ക് മുന്നിലേക്ക് വന്നു നിന്നു. മാധവൻ ശ്വാസമെടുക്കാൻ പോലും മറന്ന് പേടിയോടെ നിന്നപ്പോൾ ഇന്ദ്രൻ അവർ വിധിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായി നിന്നു. സൂര്യനും രുദ്രനും അൻഷും പകയോടെ അവരെ നോക്കി. അപ്പോഴേക്കും കൃഷ്ണനും ബോധം വന്നിരുന്നു. അയാളും പേടിയോടെ അവരെ നോക്കി. മരണം മുന്നിൽ കണ്ട പോലെ ഉടൽ വിറച്ചു. അത്രയും നേരം ഇന്ദ്രനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന മാധവനും ഭയന്നുകൊണ്ട് അവരെ നോക്കി. ആദ്യമോനെ, ഞങ്ങളൊന്നും ചെയ്യല്ലേ, അറിയാതെ പറ്റിപ്പോയതാ. അതും അളിയനും ഭാര്യയും കൂടി പറഞ്ഞപ്പോ. മാധവൻ എല്ലാ കുറ്റവും ഇന്ദ്രനും സീതയ്ക്ക് മുകളിൽ ഇട്ടുകൊണ്ട് പറഞ്ഞതും അൻഷി ദേഷ്യത്തോടെ അയാളുടെ മുഖത്തേക്ക് പഞ്ച് ചെയ്തു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അയാൾ മുഖം ചെരിച്ചു പോയി. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര ഒഴുകി തുടങ്ങി. കള്ളം പറയുന്നോടാ നിന്റെ ഒക്കെ കപ്പ് തീർക്കാൻ ഞങ്ങളുടെ ആദ്യം ഉപയോഗിച്ചിട്ട് അതവൻ ആരോടെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിത്താൻ അല്ലടോ. ആ സ്ത്രീയോട് എരിവും പുളിയും ചേർത്ത് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് സ്വന്തം മോനെ തന്നെ അവിടെ കൈകൊണ്ട് കൊല്ലിക്കാൻ കൂട്ടുനിന്നു അല്ലേ? നെഞ്ചിലൊരു ചവിട്ടും കൂടി വെച്ചുകൊടുത്ത് അൻഷി വീണ്ടും പറഞ്ഞത് മാധവൻ ഇരിക്കുന്ന ചെയറോടെ നിലത്തേക്ക് വീഴുന്നതിനൊപ്പം ഇന്ദ്രൻ കേട്ട കാര്യത്തിന്റെ ഞെട്ടിൽ കണ്ണുമീഴ്ച അൻഷിനെ നോക്കിപ്പോയി. ആദ്യം നീ എന്താ ചെയ്ത്? ഓ, സ്വന്തം മോനെ തൊട്ട് എന്ന് കേട്ടപ്പോ ഇന്ദ്രദത്തിന് പൊള്ളിയോ? അപ്പൊ നീയൊക്കെ കയറി കളിച്ച് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോ ഞങ്ങൾക്ക് എന്തുമാത്രം പൊള്ളും. നിന്നെയൊക്കെ പച്ചക്ക് കത്തിക്കാൻ മാത്രം ദേഷ്യം ഉണ്ടാവില്ലടാ. അൻഷി ഇന്ദ്രന്റെ മുഖം നോക്കിയൊന്ന് കൊടുത്തു. അയാൾ വേദനയോടെ സൂര്യനെ നോക്കിപ്പോയി. ആദ്യപ്പോൾ തന്നെ സ്നേഹിച്ചു വളർത്തിയതാണ് അവനെ. 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ അവനും ജീവനായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്നേഹത്തിന്റെ ഒരു തരി പോലും അവന്റെ കണ്ണിൽ കാണാനില്ല. ശരീരത്തേക്കാൾ അയാളുടെ മനസ്സ് വേദനിച്ചു. നിനക്കൊക്കെ ഞങ്ങളിങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാനല്ലേ പറ്റൂ. എന്നാലും നീയൊന്നും രക്ഷപ്പെടില്ല. അവൻ നിങ്ങളെ ബാക്കി വെക്കില്ല. അന്ന് നിന്റെ തന്തയുടെ മുന്നിലിട്ട് അവളുമാരെ അനുഭവിച്ച പോലെ നിന്റെയൊക്കെ മുന്നിലിട്ട് നീയൊക്കെ കൈവളയിൽ കൊണ്ടു നടക്കുന്ന അവൻ പിച്ച് ചെയ്യുന്നത് നീയൊക്കെ കാണും. പറഞ്ഞതേ മാധവന് ഓർമ്മയുള്ളൂ.
മുഖമടച്ചു കിട്ടിയ സൂര്യയുടെ ചവിട്ടിൽ അയാളുടെ തല ഉടലിൽ നിന്ന് തെറിച്ചു പോകുന്ന പോലെ മാധവൻ അലറി വിളിച്ചു. ചൂടുള്ള ഇരുമ്പുകൂടം കൊണ്ട് അടിച്ച പോലെ ഇന്ദ്രനും കൃഷ്ണനും ഒരു നടുക്കത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല മാധവ. നീ പറയുന്നവന്റെ കാലനാണ് ഞാൻ. മുഴക്കം പോലെയുള്ള അവന്റെ ശബ്ദം 4 ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. പറയുന്നതിനൊപ്പം തന്നെ മാധവന്റെ ഉടലിൽ നിന്ന് വലത് കൈ ഊരിയെടുക്കുന്ന പോലെ വലിച്ചെടുത്തെറിഞ്ഞു. മാധവന്റെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു. രുദ്രനൊഴിച്ച് അനുഷടക്ക ആ കാഴ്ച വല്ലാത്തൊരു ഉൾക്കിടലത്തോടെ നോക്കി നിന്നു. സൂര്യന്റെ രൂപം തന്നെ മാറും പോലെ കണ്ണുകൾ ചുവന്നു. കയ്യിലെയും മുഖത്തെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകി നിൽക്കുന്നു. പിന്നീട് അവിടെ നടന്നു വന്ന ഒരു സാധാരണ മനുഷ്യനെ കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. മാധവന്റെ ശരീരത്തിൽ നിന്നും തലയൊഴികെ ബാക്കിയെല്ലാം സൂര്യൻ കൈവച്ച് പിഴുതെടുത്തു. കയ്യും കാലും വേർപ്പെട്ടി കിടക്കുന്ന മാധവന്റെ ശരീരം അതിലേക്ക് മുഷ്ടിയുരുട്ടി നെഞ്ചിലേക്ക് പ്രഹരിച്ച പഞ്ചിൽ അയാളുടെ നെഞ്ച് കുടിഞ്ഞു കീറി. ആ കൈകൊണ്ട് അവൻ ഹൃദയം തുറന്ന് പുറത്തേക്ക് വലിച്ചെടുത്തു. ഒന്ന് അലറിക്കരയാൻ പോലും കഴിയാതെ അയാളുടെ കണ്ണുകൾ തുറിച്ചു വന്നു. ഒരു മനുഷ്യനെ ആയുധമൊന്നുമില്ലാതെ ക്രൂരമായി കൊല്ലുന്ന കണ്ട് ഇന്ദ്രനും കൃഷ്ണനും അലറി വിളിച്ചു. അടുത്തത് അവരുടെ ഊഴമാണെന്നറിയാം. അതിനി ചെയ്യാൻ പോകുന്ന രുദ്രനും. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. MH ഗ്രൂപ്പിൽ വിജിലൻസ് റെയ്ഡ്. MH ഹോസ്പിറ്റൽ ഓർഗൻ ട്രാഫിക്കിംഗും മറ്റും നടക്കുന്നതിനെ കുറിച്ചുള്ള രേഖകൾ ഹോസ്പിറ്റലിൽ തന്നെ സീനിയർ ഡോക്ടർമാരിലെ ഒരാളായ ഡോക്ടർ മാത്യു തരകൻ മീഡിയക്കും പോലീസിനും കൈമാറി. വാർത്തകൾ വിശദമായി. ടിവിയിൽ കേൾക്കുന്ന ന്യൂസിൽ ദത്തനൊരു ഞെട്ടലോടെ തറഞ്ഞു നിന്നു. സീതയും സുധാമയും ചെറിയമ്മയും മുത്തശ്ശിയുമെല്ലാം ഞെട്ടിൽ തന്നെയായിരുന്നു. ദത്തൻ വെപ്രാളത്തോടെ ഫോൺ എടുത്ത് മക്കൾക്കും മരുമകനുമെല്ലാം മാറി മാറി വിളിച്ചു. ആരും അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടതും മിനിസ്റ്ററെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവിടെയും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയിലേക്ക്. ഹോം മിനിസ്റ്റർ ജോൺ സാമുവൽ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം ആക്സിഡന്റായി. മിനിസ്റ്റർ AJ ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. നില അതീവ ഗുരുതരം. വീണ്ടും ടിവിയിൽ കേൾക്കുന്ന ന്യൂസിൽ ഞെട്ടലോടെ അയാൾ നെഞ്ചിൽ കൈവച്ചിരുന്നു പോയി. ആദിക്ക് ചുറ്റുമായി ഇരിപ്പാണ് ആര്യനും അകയും ജിത്തുവും ആയുഷുമെല്ലാം. പറയാൻ വാക്കുകൾ ഏതുമില്ലാതെ തീർത്തും മൗനമായി പോയ അവസ്ഥ. ആദ്യമെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവന് സംസാരിക്കാൻ കഴിയില്ല. കുറച്ചു നേരം കൂടി തുടർന്ന മൗനത്തിന് ശേഷം ആദ്യയെ ചികിത്സിക്കുന്ന കാര്യമായി എല്ലാവരുടെയും ചർച്ച. ഒടുക്കം രുദ്രനും സൂര്യൻ കുറച്ചു ദൂരെയായുള്ള ഒരു വൈദ്യർമഠത്തിൽ അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ കാര്യം അജു 4 പേരോടുമായി പറഞ്ഞു. ആര്യനും അജിത്തും ആദിയുടെ കൂടെ പോവാമെന്നായിരുന്നു തീരുമാനം. അത് കേൾക്കെ കുഞ്ഞുമോന് സങ്കടമായി. ആരോടൊന്നും പറയാതെ അവൻ റൂമിന് പുറത്തേക്ക് പോയി. 2 വർഷത്തോളമായി ആദിയുടെ കൂടെ അവനെയും നോക്കി കഴിയുന്നു. ഇത്രയും കാലത്തെ ജോലിക്കിടയിൽ അത്രമേൽ അടുപ്പം തോന്നി ആരും ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ 2 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂവെങ്കിൽ പോലും ഈ കൊട്ടാരം ഇവിടെയുള്ള ആളുകളുമെല്ലാം അവന് ഒരുപാട് ഇഷ്ടമായി. ഇനിയിപ്പോ എല്ലാം വിട്ട് മറ്റൊരിടത്തേക്ക് പോവേണ്ടി വരും. പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത ചുറ്റുപാട്. അവന് വല്ലാത്ത സങ്കടം തോന്നി. ഇതുവരെ ഇല്ലാത്ത പോലൊരു വിഷമം. എന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ? തൊട്ടുപുറകിൽ നിന്ന് അത്രയും പതിയുള്ള ആ ചോദ്യത്തിൽ ഓരോ ചിന്തകളിൽ മുഴുകി നിന്നവൻ മെല്ലെ തിരിഞ്ഞു നോക്കി. ഭംഗിയുള്ള ചിരിയോടെ നിൽക്കുന്നവളെ കാണെ അവന്റെ ചുടികളൊന്ന് വിടർന്നു. കൊച്ചെന്തേ വന്ന്? ഒന്നുമില്ല, വെറുതെ കണ്ടപ്പോ. പറയുന്നതിനൊപ്പം തന്നെ അവനിരിക്കുന്ന സിമെന്റ് ബെഞ്ചിന്റെ ഒരറ്റത്തായി അപ്പുവും സ്ഥാനം പിടിച്ചു. എന്തിനാ സങ്കടം? അപ്പു അവന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ഇത്തിരി അത്ഭുതത്തോടെ കുഞ്ഞുമോൻ അവളെ നോക്കി. പിന്നെ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. നാളെ ആദിസാറിന് അവരെല്ലാം കൂടി വൈദ്യുർമഠത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഇവിടുത്തെ എന്റെ ജോലിയും തീരും. കുഞ്ഞുമോൻ പറഞ്ഞതേ അവൾക്ക് സങ്കടമായി. കുറച്ചു സമയം കൊണ്ടായാലും അപ്പുവിന് അവന് ഒത്തിരി ഇഷ്ടമായിരുന്നു. പോവാതിരുന്നൂടെ? ഇവിടെ നിന്നൂടെ? അതെങ്ങനെയാ? ജോലി കഴിഞ്ഞാൽ പിന്നെ പോകണ്ടേ കൊച്ചേ? ഇല്ലേ, ഈ കൊച്ചിന്റെ ക്യാപ്റ്റൻ ചേട്ടൻ തന്നെ എന്നെ ചവിട്ടി പുറത്താക്കും. അൻഷിനെ ഓർത്തുകൊണ്ട് കുഞ്ഞുമോൻ അവൾക്ക് മറുപടി കൊടുത്തു. അപ്പു അറിയാതെ പുഞ്ചിരിച്ചു പോയി. ഏട്ടനൊരു പാവ. പിന്നെ വല്ലാണ്ട് പാവ. കുഞ്ഞുമോന് വിട്ടുകൊടുത്തില്ല. ഇവിടെ നിൽക്കാവോ? അപ്പു വീണ്ടും ചോദിച്ചതും അവൻ ആ മുഖത്തേക്ക് നോക്കി. ആത്മാർത്ഥമായാണ് ആ ചോദ്യം. ആരും ഇല്ലെന്നല്ലേ പറഞ്ഞ് പോവാനൊരു ഇടമില്ലെന്ന്. എനിക്ക് മനസ്സിലാവും അതിന്റെ സങ്കടം എന്താന്ന്. ഞാനും അത് അറിഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെടലിനോളം വലിയ വേദനയൊന്നുമില്ല. കഴിഞ്ഞുപോയ കാലത്തിന്റെ ഓർമ്മകളിൽ അവളുടെ സ്വരം വീണ്ടും നേർത്തുപോയി. കുഞ്ഞുമോൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അവൾക്കൊരു മുള്ളുകൊള്ളുന്ന പോലും സഹിക്കാൻ കഴിയാത്ത ഇത്രയും ആളുകൾക്കിടയിൽ ജീവിക്കുന്നവളാണ് ഇങ്ങനെ പറയുന്നത്. അതിന്റെ സംശയമായിരുന്നു കുഞ്ഞുമോന്. അത് മനസ്സിലായതുപോലെ അപ്പോൾ അവളുടെ കഥ പറഞ്ഞു തുടങ്ങി. വിശ്വസിക്കാനാവാത്ത പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയവൻ. ആക്ടർ ഏജ് തന്നെയാണോ കൊച്ചേ? സൂര്യനിൽ നിന്ന് ഒഴിഞ്ഞു മാറി 2 വർഷം കഴിയാത്ത കാരണം അവൾ പറഞ്ഞതും ഞെട്ടലോടെ അവൻ ചോദിച്ചു പോയി. മറുപടിയായി അപ്പു തലയാട്ടിയതേയുള്ളൂ. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ ആർക്കും പ്രയാസം തോന്നിപ്പോകുന്ന ഒരു പേരാണത്. നോർത്തിലും സൗത്തിലും ഉടനീളം വൻ ആരാധകരുള്ള ഒരു നടൻ. അയാളുടെ ഇതുപോലൊരു മുഖം ആരും സങ്കല്പിക്കില്ല. എല്ലാം കേട്ട് കഴിഞ്ഞതും കുഞ്ഞുമോനും വിശ്വസിച്ചു പോയി. ഈ ചെറുപ്രായത്തിനിടയിൽ അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. നേരത്തെ ഒരു പുഞ്ചിരിയോട് അടുത്തു വന്നിരുന്നവളുടെ മുഖം വാടിപ്പോയതും ആ കണ്ണു നിറഞ്ഞതുമെല്ലാം കാണെ അവന് പാവം തോന്നി. അവളോട് തോന്നിയിരുന്ന സ്നേഹം അത്രയും 10 മടങ്ങായതുപോലെ. എന്നാ എനിക്ക് പറ്റിയൊരു ജോലി കൊച്ചതാ, അങ്ങനെയാണെങ്കിൽ നിൽക്കാലോ.
പിന്നെ ആ മല്ലന്മാരുടെയൊക്കെയും പറഞ്ഞ് സമ്മതിപ്പിക്കുകയും വേണം. ചെക്കൻ അവളുടെ ചിന്തകളെല്ലാം മാറ്റാനായി ഒരു ഇളിയോടെ പറഞ്ഞതും അപ്പുവും ചിരിയോടെ അതനുസരിച്ച് തലയാട്ടി കാണിച്ചു. എന്ത് ജോലിയാ തരിക? അപ്പു ചോദ്യത്തോടെ അവനെ നോക്കി. ബോഡി ഗാർഡ് ആവട്ടെ. ആവേശത്തോടെ അവൾക്ക് നേരെ തിരിഞ്ഞവൻ. അപ്പുവിന്റെ കണ്ണുകൾ വിടരുന്നതിനൊപ്പം ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. താങ്ക്സ് എന്റെ കൊച്ചെന്റെ മാലാകയാ. ആത്മാർത്ഥമായി തന്നെ ചെക്കൻ അത് പറഞ്ഞതും അപ്പു ഒത്തിരി ഇഷ്ടത്തോടെ അവനെ നോക്കി. നേരത്തെ ഒരു വെളിച്ചം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഗുഹക്കുള്ളിൽ നീണ്ടു വളർന്ന മുടിയിൽ വിരൽ കോർത്ത് പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞു. ഇരുൾ മൂടിക്കിടക്കുന്ന ആ വനാന്തരത്തെ പിടിച്ചു കുലുക്കുന്ന പോലെ ഒരു അലർച്ച, ഭൂമിയെ വിറപ്പിക്കും പോലെ. ചുറ്റും നിൽക്കുന്ന പ്രാചീന വസ്ത്രം ധരിച്ച പ്രായമുള്ള ഒരു മനുഷ്യൻ അവനെ വന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് തിരിച്ചു പോകണം, എന്റെ പപ്പയെ എനിക്ക് കാണണം. ക്രൂരനായ അവന്റെ കണ്ണിൽ ആദ്യമായി നീർത്തുള്ളികൾ പൊടിഞ്ഞു. ആദ്യം ഈ ഭൂമിയിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതവന്റെ പപ്പയെ മാത്രമായിരിക്കും. അയാൾക്ക് സംഭവിച്ച ദുരന്തം അവനെ വല്ലാതെ തളർത്തി. അതിന് കാരണക്കാരായവരോടുള്ള പക ഒരഗ്നി പോലെ അവന്റെ കണ്ണിലെരിഞ്ഞു. ഈ സമയത്ത് ഇവിടെ വിട്ടുപോകുന്നത് നിനക്ക് അപകടമോ? തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാതെയായാൽ സ്വയം മരണം വരിക്കുന്നതിന് സമമാണ്. നിന്റെ ശരീരവും ആത്മാവും ഇപ്പോഴൊരു യാത്രയിലാണ്, അമരത്വത്തിലേക്കുള്ള യാത്ര. മനുഷ്യനിൽ നിന്നും ചെകുത്താനായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. രക്തം കൊണ്ടല്ലാതെ നിന്റെ ദാഹം ശമിക്കില്ല, മാംസം കൊണ്ടല്ലാതെ നിന്റെ വിശപ്പടങ്ങില്ല. നീ ഒരു നരഭോജിയാണിപ്പോ. ഞാൻ നിന്നെ ജീവനോടെ മോചിപ്പിച്ച നീ മനുഷ്യനെ തന്നെ കൊന്നു തിന്നും. ഈ റിച്വൽ പൂർത്തിയാക്കാതെ നീ ഇവിടെ വിട്ടുപോയ മനുഷ്യകുലത്തിന് തന്നെ നീ ഒരു ഭീഷണിയായിരിക്കും. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് അവസാനമായിട്ട് എന്റെ പപ്പയൊന്ന് കാണണം. ആരെയും ഞാൻ ഉപദ്രവിക്കില്ല, സത്യം. ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിതനാക്കൂ. കയ്യും കാലും പൂട്ടിയിട്ട ചെങ്ങല വലിച്ചുലച്ചുകൊണ്ട് അവൻ അയാൾക്ക് മുമ്പിൽ യാചിച്ചു. ജന്മം തന്ന ആളോടുള്ള അവന്റെ സ്നേഹം ആ മനുഷ്യന്റെയും മനസ്സ് മാറ്റി തുടങ്ങി. പക്ഷെ അവനെ തുറന്നു വിടുന്ന ആപത്താണെന്ന് ബുദ്ധി വിലക്കിക്കൊണ്ടിരുന്നു. നിന്നെ ഞാൻ മോചിപ്പിച്ചെന്ന് കരുതൂ. മനുഷ്യന്റെ രക്തത്തോടുള്ള നിന്റെ ആസക്തി നിനക്ക് നിയന്ത്രിക്കാനാവില്ല. ആ ആസക്തി തന്നെ നിന്റെ ജീവനെടുക്കും. നീ ഒരു മനുഷ്യനെ ഭക്ഷിച്ചാൽ നിന്റെ ശരീരം പൊട്ടിച്ചിതറും. ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് അയാൾ ഒരിക്കൽ കൂടി അവനെ ഓർമ്മപ്പെടുത്തി. എനിക്കെന്റെ പപ്പയെ കാണണം. വീണ്ടും മുരളുന്ന പോലെ അവന്റെ ശബ്ദം. അയാൾക്ക് അവനെ മോചിപ്പിക്കുന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെയായിരുന്നു. മനസ്സും ശരീരം ഒരുപോലെ കർമ്മത്തിന് അർപ്പിക്കാതെ അതിന് ഫലം കിട്ടില്ല. ആ ശരീരം അത്രമേൽ തീവ്രമായി ആഗ്രഹിക്കണം, സ്വയം ചെകുത്താന് മുമ്പിൽ അർപ്പിക്കണം. പക്ഷെ ഇപ്പോഴവന്റെ മനസ്സ് കൈപ്പിടിയിൽ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുവൻ ഇനിയും ബന്ധിക്കുന്നത് അവരുടെ ഗോത്രത്തിന് നാശം വിതക്കും. അവർ ആരാധിക്കുന്ന ചെകുത്താനെ മനസ്സിൽ വിളിച്ചുകൊണ്ട് അയാൾ അവനെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. മാസങ്ങളായി ചങ്ങലയിൽ പൂട്ടിയിട്ട ശരീരം മോചിപ്പിക്കപ്പെടുമ്പോൾ അവനുള്ളിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: സൂര്യനാരായണന്റെയും രുദ്രാംശ് വാസുദേവന്റെയും നാശം. അതിനുള്ള ഏക മാർഗം ഒരിക്കൽ തന്നെ തൃപ്തിപ്പെടുത്തി അവളുടെ കുഞ്ഞുടൽ ഇന്നത് പാകമായ ഒരു കനിയായി മാറിയിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി അവളെ ക്രൂരമായി ഭോഗിച്ച് ഭക്ഷിച്ചാൽ, അവളുടെ മൃതശരീരം പോലും അവർക്ക് ലഭിക്കാത്ത വിധം പാതകം ചെയ്താൽ, സ്വയം ഇല്ലാതെയായാൽ പോലും അവരോടുള്ള പ്രതികാരം നിറവേറുമെന്ന നിർവൃതി അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു. ചെകുത്താനെ പോലെ വന്യമായി അവൻ പുഞ്ചിരിച്ചു. മുന്നിൽ കാണുന്ന നടക്കുന്ന കാഴ്ചയിൽ അൻഷിന് ദേഹം ഒരടി ചലിപ്പിക്കാൻ കഴിയാതെയായി. മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ്. 3 മനുഷ്യ ശരീരങ്ങൾ, അവയവങ്ങൾ വേർപെട്ട് മുന്നിൽ കിടക്കുന്നു. അതിക്രൂരമായ കൊലപാതകം. ഒരിക്കൽ കൂടി അവൻ നോക്കി നിൽക്കാനാവാതെ മനം പുരട്ടിക്കൊണ്ട് അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി. രുദ്രനും സൂര്യാൻഷു പോകുന്ന കണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ചതായതുകൊണ്ട് കാര്യമാക്കിയില്ല. രുദ്രൻ സൂര്യനെ നോക്കി അവിടെയുള്ള ക്യാമറ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ അവൻ ദേവദത്തിന്റെയും സീതയുടെയും ഫോണിലേക്ക് അയച്ചു കൊടുത്തു. ഇനി അടുത്ത ഇരകളിലേക്കുള്ള യാത്ര. എന്താടാ, ആരെ വിളിച്ച്? ഒരു കോൾ വന്ന് സംസാരിച്ച് പുറത്തേക്ക് പോയാച്ചു തിരിച്ചു വരാത്ത കാണെ തിരഞ്ഞു വന്ന ആയുഷ് ചോദിച്ചു. ഫോണും കയ്യിൽ പിടിച്ച് മുറുകിയ മുഖത്തോടെ നിൽപ്പായിരുന്ന അച്ചു ഭാവമാറ്റങ്ങളൊന്നുമില്ലാതെ അവനെ നോക്കി. ദേവദത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. മകൾ ഗ്രൂപ്പിന്റെ കീഴിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ TV ന്യൂസിൽ കണ്ട് പാനിക് അറ്റാക്ക് വന്നാണെന്ന് അപ്പച്ചിയപ്പ വിളിച്ച് അജു അമർഷത്തോടെ പറഞ്ഞു. ആയുഷിന്റെ മുഖത്തും ദേഷ്യം നിറഞ്ഞു. കേസ് അന്വേഷണത്തിൽ നിന്ന് അവനെ ഇപ്പം മാറ്റിയിരിക്കുകയാണ്. സ്വന്തം ഫാമിലി നടന്ന കാര്യമായതുകൊണ്ട് കേസ് തീരുന്നവരെ അവനോട് ലീവിൽ പോവാൻ DGP ആവശ്യപ്പെട്ടു. ഇന്നോളമുള്ള ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തന്റേതല്ലാത്ത കാരണം കൊണ്ട് എല്ലാവർക്കും മുമ്പിൽ കുറ്റക്കാരായി നിൽക്കേണ്ടി വന്ന് അവനെ വല്ലാത്ത വിഷമത്തിലാക്കിയിട്ടുണ്ട്. അതിന്റെ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു ആയുഷിന്റെ വീട്ടുകാരോട്. നീ പോകുന്നുണ്ടോ? കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ശ്വാസം എടുത്തുവിട്ടുകൊണ്ട് ആയുഷ് ചോദിച്ചു. എന്തിന്? അതിന്റെ ആവശ്യം എന്താണ്? സ്വന്തം ലാഭത്തിന് വേണ്ടി നമ്മളെടുത്തന്നെ കൊല്ലാൻ പോലും മടിയില്ലാത്തവരാ. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി പാഴാക്കാൻ എന്റെ പക്കൽ സമയമില്ല. അപ്പച്ചിയോട് ഞാനത് തന്നെ പറഞ്ഞു. അജു തീർത്ത് പറഞ്ഞതും ആയിഷ അവന്റെ തോളിൽ നിന്ന് തട്ടി. എന്തൊക്കെ പറഞ്ഞാലും മുച്ചൂടും നശിച്ച സ്വന്തം കുടുംബം തന്നെയാണ്.
അതിന്റെ സങ്കടം എത്രയൊക്കെ മറച്ചു വെച്ചാലും അവന്റെ കണ്ണിൽ കാണും. ഫോണിൽ വന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ തുറന്ന് ഒന്നേ സീത നോക്കിയുള്ളൂ. പ്രേതത്തെ കണ്ട പോലെ അവരുടെ ഉള്ളിൽ നിന്നൊരാളിൽ ഉയർന്നുപോയി. സപ്തനാഡീ ഞരമ്പുകളും തളർന്ന പോലെ അവർ ബെഡിലേക്ക് ഇരുന്നു. അലറിക്കരയാൻ പോലും കഴിയാതെ അവരുടെ ശബ്ദം തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. മരണത്തെ മുന്നിൽ കണ്ട പോലെ അവർ ഭയന്നുപോയി. സ്വന്തം ഭർത്താവിന്റെ കുടൽമാല വലിച്ചു പുറത്തിടുന്ന രംഗം. കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞവർ ഒടുക്കൊരു ഭ്രാന്തിയെ പോലെ അലറി വിളിച്ചു. ഈ സംഭവങ്ങളെല്ലാത്തിന്റെയും തുടക്കം അവരിൽ നിന്നുമായിരുന്നു. ഹേതു അവരായിരുന്നു. മകനേക്കാൾ കുടുംബത്തിന്റെ അഭിമാനത്തിന് മുൻഗണന നൽകിയവർ. അഭിമാനം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ അവർ സ്വന്തം മകനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. സീത ജീവിതത്തിൽ ആദ്യമായി ചെയ്ത തെറ്റ് അതാണ്. അവസാനത്തേത് സൂര്യനും. കേവലം അവരുടെ വാശിയുടെ പുറത്ത് ഒരുപോലെ തകർന്നു പോയത് 2 കുടുംബങ്ങളാണ്. അനാഥരായി തീർന്ന 4 പേരും. ഇത്രമേൽ വലിയൊരു പാപം ചെയ്തവർക്ക് മരണം വളരെ എളുപ്പത്തിലുള്ള രക്ഷപ്പെടലാവും. എന്തിനെ സംരക്ഷിക്കാനാണോ ഇവരിതൊക്കെ ചെയ്തു കൂട്ടിയത്? ആ മഹൽ മാൻഷൻ തന്നെ തകർന്ന് തരിപ്പണമായി തീർന്നിരിക്കുന്നു. ഒപ്പം ജീവന തുല്യം സ്നേഹിച്ച ഭർത്താവിന്റെ ക്രൂരമായ മരണം. ഇനിയുള്ള കാലം കണ്ണുകൾ അടച്ചാൽ പോലും അവരുടെ ഉള്ളിൽ നിറയുന്ന ദൃശ്യം അതുമാത്രമാണ്. അതവരെ മുഴുവൻ ഭ്രാന്തിയാക്കി മാറ്റും. ആദിയുടെ അടുത്തായിരിക്കുന്ന ആര്യനെ കണ്ടുകൊണ്ടാണ് അപ്പു അവന്റെ റൂമിലേക്ക് വരുന്നത്. ഈ നേരം അത്രയും എല്ലാവരും ആ റൂമിലുള്ളതുകൊണ്ട് അപ്പുവിനെ ആദ്യം കാണാനോ മിണ്ടാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അതാണ് ആര്യനുണ്ടെങ്കിൽ ഇത്തിരി മടിയോടെയാണെങ്കിൽ പോലും അകത്തേക്ക് വന്നത്. പരുങ്ങിക്കൊണ്ടുവരുന്നവൾ ആര്യന്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിയിച്ചു. അവൻ ചിരിക്കുന്ന കണ്ടതും അപ്പുവും മെല്ലെ ചിരിച്ചു. മീര ഏട്ടനെ കാണാൻ വന്നാണോ? അവളായൊന്നും മിണ്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആര്യൻ നേരത്തെ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അതെ, ആദ്യമായിട്ട് ഉറങ്ങുവാണോ? അതെ, കുഞ്ഞുമാ മെഡിസിൻ കൊടുത്തിരുന്നു, അതിന്റെ മയക്കാണെന്ന് തോന്നുന്നു. അപ്പൊ ആദ്യം നോയിക്കൊണ്ട് മെല്ലെന്ന് മൂളി. പിന്നെ എന്ത് ചെയ്യുന്ന അറിയാതൊന്ന് പരിങ്ങിപ്പോയി. അജുവിനോടുള്ള അടുപ്പ് അവിടെയുള്ള വേറെ ആരോടും ഇല്ലാത്തതുകൊണ്ട് ആര്യനോട് എന്ത് ചോദിക്കണമെന്നോ പറയണമെന്നോ ഒന്നും അവൾക്ക് അറിയാതെയായി. എന്നോട് ദേഷ്യമാണ്? അല്ല. ഒട്ടും ആലോചിക്കുക പോലും ചെയ്യാത്ത ആ മറുപടിയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു പോയി. വല്ലാത്തൊരു ഇഷ്ടമുണ്ട് അവളോട്. ഒരുപാട് സ്നേഹം തോന്നിപ്പോകുന്ന ഒരു പൂച്ച കുഞ്ഞ്. പക്ഷേ ഏട്ടനായി സ്നേഹിച്ചിരുന്ന, ഇപ്പോഴും സ്നേഹിക്കുന്ന ആളുടെ സ്വന്തമാണ് അവളെന്ന ബോധ്യം കൂടി അവനുണ്ട്. അങ്ങനെയുള്ള ആര്യൻ ഒരിക്കലും മീരയെ മോഹിക്കില്ല, മറ്റൊരു കണ്ണിൽ കാണില്ല. നേ പൊക്കോട്ടെ, ആദ്യമായിട്ട് എണീറ്റിട്ട് വരാം. ഇനിയും എന്ത് പറയുന്നറിയാതെയായതും അപ്പു ആര്യനെ നോക്കി പറഞ്ഞു. അവനും തലയാട്ടി കാണിച്ചത് അപ്പു വേഗം പുറത്തേക്ക് നടന്നു. അവിടെ ആ വെപ്രാളം കാണെ ആര്യൻ അറിയാതെ പുഞ്ചിരിച്ചു പോയി. എന്നാലും ആദ്യമായി കണ്ട മീരയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു. പണ്ടത്തെ മീരയാണെങ്കിൽ ഈ വാതിൽ കടന്ന് അകത്തേക്ക് വരില്ല. അവിടെ ഈ മാറ്റങ്ങൾക്കെല്ലാം കാരണം സൂര്യൻ അവിടെ ഏട്ടന്മാരുമാണെന്ന് ആര്യന് മനസ്സിലായി. 2 ദിവസത്തിനുള്ളിൽ അവൻ ഇവിടെ എത്തും സൂര്യ. വീടിന്റെ വരാതിൽ വന്നിരുന്നുകൊണ്ട് രുദ്രം പറഞ്ഞതും അൻഷിന്റെയും സൂര്യന്റെയും നോട്ട് ഒരുപോലെ അവനിലേക്കായി. സോഫിയും ഗാർഡ്സും വന്ന് അവിടെ ഉണ്ടായിരുന്ന ബോഡി പാർട്സ് എല്ലാം റിമൂവ് ചെയ്ത് ക്ലീനാക്കി പോയതാണ്. മൂവരും മാത്രമാണ് ഇപ്പോഴാ വീട്ടിലുള്ളത്. വരട്ടെ ഏട്ടാ, അതിനുവേണ്ടിയല്ലേ അവന്റെ തന്തയെ നമ്മൾ കിടത്തിയേ. പക്ഷെ അച്ചു, നീ ഇനി തിരിച്ച് അപ്പൂന്റെ അടുത്തേക്ക് പോകണം. അവസാനത്തെ കളി ഞാനും ഏട്ടനും മാത്രം മതി. അത് പറ്റില്ല സൂര്യ, ഞാനത് സമ്മതിച്ചില്ല. എല്ലാത്തിനും നമ്മൾ ഒന്നിച്ചല്ലേ. എന്നിട്ടിപ്പോ ഞാനെങ്ങും പോവില്ല. വാശി പിടിക്കരുത് അൻഷ്. ഒരു നരഭോജിക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്ന മണ്ടത്തരവാ. അവനിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ചിലപ്പോ ഞങ്ങൾക്ക് പോലും കഴിയില്ല. രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞതും അൻഷു മുഖം വീർപ്പിച്ചുകൊണ്ട് സൂര്യനെ നോക്കി. അവിടെയും ഗൗരവം തന്നെയാണ്. അപ്പു എന്റെ അനിത്യാ, എന്റെ കൊച്ചിനെ തൊട്ട് അവനെ എന്റെ കൈകൊണ്ടതിലേക്ക് തീർക്കണം. അങ്ങനെ അവനെ കൊല്ലാൻ നിനക്കോ എനിക്കോ ഏട്ടനൊന്നും കഴിയില്ല അച്ചു. വെട്ടി നുറുക്കിയാൽ അവന്റെ ശരീരത്തിന് ജീവൻ വയ്ക്കും. സൂര്യൻ പറഞ്ഞു നിർത്തിയതും അൻഷൊരു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താ പറഞ്ഞേ? അപ്പൊ അവനെ കൊല്ലാൻ കഴിയില്ലെന്നാണോ? ആ നാറിയെ വെറുതെ വിട്ടാ അവൻ ഇനി അപ്പൂനെ പുറകെ വരും. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് അവനെ ഇവിടെ വിട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കരുതായിരുന്നു. അൻഷ് രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കിയിട്ട് ചീറി. അവന് മരണം ഇല്ലെന്നല്ല അച്ചു. മനുഷ്യനായ നിനക്കോ ചെകുത്താന്മാരായ ഞങ്ങൾക്കോ അവനെ കൊല്ലാൻ കഴിയില്ലെന്നാ പറഞ്ഞേ. എന്ന് വെച്ചാ എന്താണെന്ന് തെളിച്ചോറ സൂര്യ. അവന് മരണം സംഭവിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവനൊരു മനുഷ്യനെ ഭക്ഷിക്കണം. അങ്ങനെ സംഭവിച്ച അടുത്ത നിമിഷം അവന്റെ ശരീരം പല കഷ്ണങ്ങളായി പൊട്ടിച്ചിതറും. രുദ്രൻ കുടിലതയോടെ പറഞ്ഞതും അൻഷ അവനെ അമ്പരന്ന് നോക്കി. എന്നാലും അവൻ അങ്ങനെ ഒരാളെ ഭക്ഷിക്കണ്ടേ? അങ്ങനെ ആരാ ഉള്ളേ? ഏതെങ്കിലും പാവങ്ങളെ അവനെ പോലൊരു ജന്മത്തിനെ പടച്ചുവിട്ട അവന്റെ നെറികേടുകൾക്കെല്ലാം കുടപിടിക്കുന്ന ഒരു തന്തയില്ലേ അവന്. മരണം കാത്തു കിടക്കുന്ന ഹോം മിനിസ്റ്റർ ജോൺ സാമുവൽ സ്വന്തം മകൻ തന്നെ അയാളെ ജീവനോടെ തിന്നട്ടെ. അതല്ലേ അതിന്റെ ഒരു ഭംഗി. പറഞ്ഞു നിർത്തിയതും സൂര്യന്റെ ചുണ്ടിലെ പുഞ്ചിരി കൂടുതൽ വന്യമായി തിളങ്ങി. അൻഷാവിനെയും രുദ്രനെയും ഞെട്ടിലോടെ നോക്കി നിന്നുപോയി. നീ എന്ത് കരുതി അച്ചു? നമ്മുടെ അപ്പൂനെ ഇനി അവന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുമെന്നോ? സൂര്യന്റെ നോട്ടം അവനില്ലായി. ആദ്യം ഞാൻ കരുതിയത് അപ്പു തന്നെ അവനെ കൊല്ലണമെന്നായിരുന്നു.
പക്ഷെ അങ്ങനെ ഒരു അവസാനം അവന് കൊടുക്കുമ്പോൾ അതിനുള്ള കാരണം കൂടി അവളോട് പറയേണ്ടി വരും. അതിന്റെ കിളിക്കുഞ്ഞൊരിക്കലും അറിയേണ്ട അച്ചു. ഇപ്പോഴുള്ള അവളുടെ സന്തോഷം ഇല്ലാതാക്കുന്ന ഒന്നും അവളിനി അറിയണ്ട. അപ്പുവിന്റെ നിഴൽ പോലും അഡ്രിക്കാതും ജോണിനി കാണില്ല. സൂര്യന്റെ മുഖം ക്രൂരമായി തിളങ്ങി. 2 ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. സൂര്യനും രുദ്രനും പറഞ്ഞതനുസരിച്ച് അനുഷ തിരികെ മാൻഷനിലേക്ക് അപ്പുവിന്റെ അടുത്തേക്ക് പോയിരുന്നു. സൂര്യനും രുദ്രനും അവനൊപ്പം വന്നില്ലെന്നുള്ള സങ്കടം അപ്പുവിന് നല്ലപോലെ ഉണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചു വരുമെന്ന് അനുഷ അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇതിനിടയിൽ ആദ്യം ആര്യനും അജിത്തും കൂടി വൈദ്യർമഠത്തിലേക്ക് കൊണ്ടുപോയി. ആയുഷുമകി അവരുടെ ഫ്ളാറ്റിലേക്കും തിരിച്ചു പോയിരുന്നു. മാൻഷനിൽ ഇപ്പോൾ ഇഷുവാനും ഗൗരി അജുവും കുഞ്ഞുമോനുമാണ് ഉള്ളത്. കുഞ്ഞുമോൻ പറഞ്ഞു പഠിപ്പിച്ച പോലെ അപ്പുവിനെ ബോഡി ഗാർഡായിട്ട് വേണമെന്ന് പറഞ്ഞു. അതവന്റെ ബുദ്ധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സൂര്യനും രുദ്രനും അനുഷ അതിന് സമ്മതം മൂളിയിട്ടുണ്ട്. അവനും കൂടെ ഉണ്ടെങ്കിൽ അവൾക്കത് സന്തോഷമാണെന്ന് മാത്രമേ അവരും ചിന്തിച്ചുള്ളൂ. പിന്നെ കുഞ്ഞുമോനോട് ആദ്യ കാഴ്ചയിൽ മുതൽ വാത്സല്യം കലർന്നൊരു അടുപ്പം തോന്നിയിരുന്നതാണ്. അവനോട് കൂടുതൽ അടുത്തപ്പോൾ ആ സ്നേഹം കൂടിയതേയുള്ളൂ. അങ്ങനെ ഒരു താളത്തിലായി മാൻഷനിലെ കാര്യങ്ങളെല്ലാം. ചുറ്റും സോഫിയുടെ നേതൃത്വത്തിലുള്ള ഗാർഡ്സിന്റെ പ്രൊട്ടക്ഷനുമുണ്ട്. ഇന്നാണ് ചെകുത്താന്മാർ കാത്തു നിന്ന ദിവസം. അഡ്രിക്കാതും ജോൺ കേരളത്തിൽ തിരിച്ചെത്തുന്ന ദിവസം. അവനെത്തുന്നതിന് മുന്നേ അവന്റെ ആളുകൾ അപ്പു നിൽക്കുന്ന മാൻഷൻ ചുറ്റി വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഏത് വിധേനയും അപ്പുവിനെ കടത്തിക്കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അവൾക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് അപകടം സംഭവിച്ചു എന്നറിഞ്ഞാൽ അവളെപ്പോലെ ഒരു പെണ്ണിനെ നിഷ്പ്രയാസം അവർക്ക് ട്രാപ്പിൽ വീഴ്ത്താറാവുമെന്ന് ഉറപ്പാണ്. അതിനായി മാൻഷന് പുറത്തുള്ള ഒരാളെ തന്നെ അവർ തെരഞ്ഞെടുത്തു. അജുവിന്റെ അപ്പച്ചി സുധാമ. ഹോസ്പിറ്റലിൽ ദത്തന്റെ ബൈസ്റ്റാൻഡറായി നിന്നവരെ അവിടുത്തെ സ്റ്റാഫിന്റെ വേഷത്തിലെത്തിയ ഏജയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി അവരുടെ ഫോൺ എടുത്ത് മീരയെ വിളിച്ചു. എടുത്ത് സംസാരിക്കാപ്പു. ഏട്ടനില്ല എവിടെ? അവന് നമ്മൾ വിചാരിച്ചിടത്ത് തന്നെ കിട്ടണം. ഇനി ഒരിക്കലും അവനെന്ന പേടി സ്വപ്നം പോലും നിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. റിംഗ് ചെയ്യുന്ന ഫോണിലേക്ക് നോക്കി പൾസ് നിൽക്കുന്നവളെ കാണെ അൻഷു പറഞ്ഞു. അപ്പു ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. ആ പേടി മാറാനുള്ള വിദ്യ ഇത്. ട്രസ്റ്റ് മീ. ഞങ്ങൾ നിന്നെ തനിച്ചുവിടെന്ന് കരുതുന്നുണ്ടോ? അൻഷരി ചിരിയോടെ പറഞ്ഞുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് അവൾക്ക് കൊടുത്തു. അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും അവൾ പേടിയോടെ മൂളിക്കേട്ടു. താഴെ അവരുടെ കാറുണ്ടെന്ന്, അതിൽ ചെന്ന് കയറാൻ. കണ്ണുകൾ നിറച്ചുകൊണ്ട് അപ്പു പറഞ്ഞതും അൻഷിന്റെ കണ്ണുകൾ തിളങ്ങി. ഇനി എന്റെ കുഞ്ഞെന്ന് ഏട്ടന് കോഫി എടുത്തിട്ട് പോവാ. നമുക്ക് ഇന്നൊരു ഹൊറർ മൂവി കാണാം. ആ ലവലാദിയും കൂടി വിളിച്ചോ? ചിരിയോടെ പറഞ്ഞുകൊണ്ട് അൻഷ അവിടെ കവിളിൽ തട്ടിയതും ഒന്നും മനസ്സിലാവാതെ അപ്പുവിനെ കണ്ണുമിഴിച്ച് നോക്കി. എന്താ മോളെ? അല്ല, അപ്പൊ ഞാനാ കാറി പോണ്ടേ? എന്തിന്? എന്നാലല്ലേ അപ്പച്ചിയെ ഒരു വീട്. അപ്പച്ചി ഇപ്പൊ അജുവും കാർസും ചെന്ന് രക്ഷിച്ചു കാണും. പിന്നെ ആ കാറിൽ സൂഫിയാണ് പോകുന്നത്. അവനുള്ള ലൊക്കേഷൻ അറിയാൻ വേണ്ടി മാത്രം. അൻഷരി ചിരിയോടെ അവിടെ കവിളിൽ തട്ടി. നീ എന്ത് കരുതി? ഏട്ടന്മാർ നിന്റെ കെട്ടിയവനും കൂടി ആ നാറിയുടെ മുമ്പിലേക്ക് നിന്നെ ഇട്ടുകൊടുക്കുന്നോ? അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു. അങ്ങനെ തന്നെയാണ് കരുതിയത്. അന്നത്തെ കോളേജിൽ ആ രാത്രി പോലെ ഇനി അയാളുടെ മുമ്പിൽ പേടിച്ചു ഉറച്ച്. ഓർക്കാൻ വയ്യാത്ത പോലെ അപ്പു കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്റെ പൊന്നു കുഞ്ഞെ, നീ ഞങ്ങളുടെ ജീവനല്ലേ. നിനക്ക് വേണ്ടിയല്ലേ അപ്പു ഞങ്ങൾ 3 പേരും നീ ജീവിക്കുന്ന പോലും. നിന്നെ ഞങ്ങൾക്ക് തിരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാത്തിനും ഒടുക്കം ഞങ്ങൾ അവസാനിച്ചേനെ. അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അൻഷു പറഞ്ഞതും അവളൊരു ഞെട്ടിലൂടെ അവനെ നോക്കി. സത്യമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കുടുംബം നശിപ്പിച്ചവരെ ഇല്ലാതാക്കണമെന്നൊരു ചിന്ത മാത്രം. ജീവിതം പോലും അതിനു വേണ്ടി മാറ്റിവെച്ചു. അവിടേക്കാ ആദ്യം സൂര്യ വന്നു, അതിനു പുറകെ നീയും. ഇപ്പൊ ഇച്ഛനും ഇല്ലേ? പതിയുള്ള അപ്പുവിന്റെ ചോദ്യത്തിൽ ഇപ്പൊ ഞെട്ടിയത് അൻഷാണ്. അപ്പു ഒരു കള്ളച്ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇതാര് പറഞ്ഞു? ആദ്യത്തെ ഞെട്ടൽ മാറി അൻഷ അവളെ സംശയത്തോടെ നോക്കി. ആരും പറഞ്ഞില്ല. അപ്പു മുഖം കുനിച്ചു. സത്യം പറഞ്ഞ വാവേ, എന്റെ കൊച്ചിനെന്തായാലും ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള കുരുട്ട് ബുദ്ധിയൊന്നുമില്ലെന്ന് ഏട്ടൻ അറിയാം. അതുകൊണ്ട് പറ, ആരാ? ഇത്തവണ അപ്പു അവനെ ദയനീയമായി നോക്കി. ആ തോരപ്പനാവുന്ന എനിക്ക് അപ്പോഴേ തോന്നിയതാ. അവനിക്ക് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ വേണ്ട, ഏട്ടൻ പാവ, ഒന്നും പറയണ്ട. അപ്പു പേടിയോടെ അൻഷിനെ നോക്കി. അൻഷ അവിടെ നെറുകിലൊന്ന് ചുംബിച്ചു. ഒന്നും ചെയ്യില്ല എന്റെ കുഞ്ഞ്, ഇനി അതോർത്ത് കണ്ണു നിറക്കണ്ട. ഇത്തവണ അവിടെ ചൊടികളൊന്ന് വിടർന്നു. എന്നിട്ട് നിന്റെ ഇച്ഛന്റെ കാര്യം അറിഞ്ഞിട്ട് എന്താ അപ്പുവിന്റെ അഭിപ്രായം? അൻഷ അവളെ കൊഞ്ചിക്കുന്ന പോലെ ചോദിച്ചു. ഏട്ടന് ഇഷ്ടമല്ലേ? ആവോ, എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ പെണ്ണിന്റെ മുഖമൊന്ന് മങ്ങി. അൻഷിനത് മനസ്സിലായി. അവന്റെ മുഖത്ത് അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ കാര്യത്തിന് ഏട്ടന്റെ ഇഷ്ടം എന്റെ. പതിയെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ കണ്ണിലേക്ക് നോക്കി. അൻഷ അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ കവിളിൽ തട്ടി.